ആമുഖത്തിനും സ്വാഗതത്തിനും ഒന്നും ഞാൻ മുതിരുന്നില്ല. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ ഞാലിയാവഴി തറ അംഗമായ ചിന്തകനും എഴുത്തുകാരനും പ്രഭാഷകനും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട സക്കറിയ അച്ഛനോടാണ് ഈ പ്രാവശ്യത്തെ വൈദിക ധ്യാനത്തിന് നമ്മൾ അപേക്ഷിച്ചത്. അച്ഛൻ കടന്നു വന്നു. ഈ ധ്യാനത്തിന് നേതൃത്വം നൽകുവാൻ പ്രിയപ്പെട്ട സക്കറിയ അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന വൈദികരെ എല്ലാവരുമായി സ്വാഗതം ചെയ്യുന്നു. ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നതിനായി ഇസ്രായേലിന്റെ ഇടയനായുള്ളവരെ ചെവിക്കൊള്ളണമേ. കെറൂബുകളിന്മേൽ അധിവസിക്കുന്നവനെയും പ്രകാശിക്കണം. എഫ്രയീമും ബെന്യാമീനും മനസ്സേയും കണ്ടു നിന്റെ വീര്യബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരണം. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണം. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നീ നിന്റെ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് നേരെ എത്രത്തോളം കോപിക്കും. നീ അവർക്ക് കണ്ണുനീരിന്റെ അപ്പം തിന്മാൻ കൊടുത്തിരിക്കുന്നു. അനവധി കണ്ണുനീർ അവർക്ക് കുടിപ്പാൻ കൊടുത്തിരിക്കുന്നു. നീ ഞങ്ങളെ ഞങ്ങളുടെ അയൽക്കാർക്ക് വഴക്കാക്കി തീർക്കുന്നു. ഞങ്ങളുടെ ശത്രുക്കൾ തമ്മിൽ പറഞ്ഞ് പരിഹസിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നീ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു. ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. നീ അതിന് തടമെടുത്തു. അത് വേരൂന്നി ദേശത്ത് പടർന്നു. അതിൻ്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു. അതിൻ്റെ കൊമ്പുകൾ ദിവ്യ ദേവദാരുക്കൾ പോലെയും ആയിരുന്നു. അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു. വഴി പോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിൻ്റെ വേലികളെ പൊളിച്ചു കളഞ്ഞത് എന്ത്? കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു. വയലിലെ മൃഗങ്ങളത് തിന്നുകളയുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, തിരിഞ്ഞു വരണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കുന്നു. നിന്റെ വലങ്കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തയ്യേയും പാലിക്കണമേ. അതിനെ തീ വെച്ച് ചുടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു. നിന്റെ മുഖത്തിന്റെ ഭർസനത്താൽ അവർ നശിച്ചു പോകുന്നു. നിന്റെ കൈ നിന്റെ വലതുഭാഗത്തെ പുരുഷന്റെ മേൽ, നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ. എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ട് പിന്മാറുകയില്ല. ഞങ്ങളെ ജീവിപ്പിക്കണമേ. എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിമന്യ തിരുമേനി, വളരെ ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ ഒരു പുതിയ നോവൽ ഇറങ്ങിയിട്ടുണ്ട്. മനുഷ്യന് ഒരാമുഖം എന്നാണ് ആ നോവലിൻ്റെ തലക്കെട്ട്. സുഭാഷ് ചന്ദ്രൻ എന്ന എഴുത്തുകാരനാണ് എഴുതിയിരിക്കുന്നത്. ആ നോവലിൻ്റെ പ്രാരംഭത്തിൽ ആമുഖത്തിൽ അദ്ദേഹം കുറിച്ചിട്ടുള്ള ചില വരികളുണ്ട്. വലിയ മനുഷ്യരെ സൃഷ്ടിക്കാൻ ആവാതെ പോകുന്ന ഒരു കാലത്താണ് ഞാൻ ജീവിക്കുന്നത്. അതാ പോകുന്നു അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ തട്ടിയ ആദരവോടെ ചൂണ്ടിക്കാണിക്കാൻ നമുക്കിടയിൽ ഒരാളില്ലാതെ പോകുന്നു. എഴുത്തിലാകട്ടെ, കലയിലാകട്ടെ, മറ്റേതൊരു സർഗാത്മക സബരിയിലാവട്ടെ, കുള്ളന്മാരും കള്ളന്മാരും വാഴാനിരിക്കുന്ന ഒരു കാലം. ജാതിയും മതവും അതിൻ്റെ സകല പത്തിയും വിടർത്തി ഇതിനെല്ലാം കുടപിടിക്കുന്നതിൻ്റെ ജാള്യം, പണം മാത്രം നോക്കി വാവിളർക്കുന്ന പിണങ്ങൾ തിങ്ങിത്തുടങ്ങുന്നതിൻ്റെ ഉത്കണ്ഠ, ഇതെല്ലാമാണ് ഈ പാതിരാത്രിയിൽ പേനയുമായി ഉണർന്നിരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്ന് അദ്ദേഹം ആമുഖത്തിൽ കുറിക്കുന്നുണ്ട്.
ധീരനും സ്വതന്ത്രനും സർവോപരി സർഗാത്മകനുമായി ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ശിശു എങ്ങനെയാണ് ഇത്രമേൽ ഭീരുവും പരതന്ത്രനുമായി 60-70 വർഷങ്ങൾ കൊണ്ട് മാറ്റപ്പെടുന്നത്? മനുഷ്യൻ ഇത്രയധികം അടിമത്തത്തിലേക്ക് വഴുതി വീഴുന്നത് എങ്ങനെയാണ്? സ്വാമി വിവേകാനന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മളുടെ കാലത്തെക്കുറിച്ച് ഇങ്ങനെ പറയാം: വാക്കുകൾക്ക് ഓജസ്സില്ലാത്തവരുടെ കാലം, പ്രവർത്തികൾക്ക് തേജസ്സില്ലാത്തവരുടെ കാലം. നമുക്ക് മനസ്സിന് ബലമില്ല, ഹൃദയത്തിൽ ആശയില്ല, അടിമത്തത്തിൽ അറപ്പില്ല, അപമാനത്തിൽ ലജ്ജയില്ല. ആകെയുള്ളത് ദുർബലരെ ഒതുക്കാനും ധനവാന്മാരുടെ പാദസേവ ചെയ്യാനുമുള്ള ആഗ്രഹം മാത്രം. നമ്മുടെ പരിഷ്കാരം വിദേശികളെ അനുകരിക്കുന്നതിലാണ്. നമ്മുടെ ഭക്തി സ്വാർത്ഥമന്വേഷിക്കുന്നതിലാണ്. നമ്മളുടെ സമ്പത്ത്, നമ്മളുടെ ഐശ്വര്യം സമ്പത്ത് പ്രദർശിപ്പിക്കുന്നതിലാണ്. നമ്മുടെ ഭാഷാ പ്രൗഢി അശ്ലീല പ്രചരണത്തിലാണ്. ഇങ്ങനെയൊരു ദുർഭഗകാലത്ത് ജീവിതത്തിൽ ഇത്തിരി വെളിച്ചമുണ്ടാകാനുള്ള കുറെ നിമിഷങ്ങളായിട്ട് നമുക്കിതിനെ വേർതിരിച്ച് മതിയാവും. ഈ ലോകത്തിന് വെളിച്ചമാവാനുള്ള ഉത്തരവാദിത്വം മറ്റാരേക്കാളും നമുക്കുണ്ട്. വളരെ ഭാരമേറിയ ഒരു ആത്മീയ സാന്നിധ്യം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒന്നാണ് വെളിച്ചം. നമ്മുടെ ഉള്ളിൽ വെളിച്ചം കണ്ടെടുക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ നമ്മളുടെ മാർഗവും ലക്ഷ്യവും. ഇത് 40 ദിവസം നോമ്പെടുത്തവരുടെ സമ്മേളനമാണ്. 40 ദിവസം നോമ്പെടുക്കുന്നവർ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ വലിയ വെളിച്ചം ഉണ്ടാകണമെന്നാണ് തിരുവെഴുത്തിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. മോശയും ഏലിയാവും നമ്മുടെ കർത്താവും ഒരുമിച്ച് 40 ദിവസം നോമ്പെടുത്ത ആ 3 പേരുടെ സമ്മേളനം എത്രമേൽ വെളിച്ചമാണ് ഉണ്ടാക്കുന്നത്. താബോറിലെ കുന്നിൻപുറം വെളിച്ചത്തിന്റെ ഉത്സവമായിട്ട് പരിണമിക്കുന്നുണ്ട്. എന്നാൽ നമ്മളുടെ കൂടിച്ചേരലുകളിൽ ഇത്രമേൽ വെളിച്ചമുണ്ടാകുന്നില്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെ ദുര്യോഗം. മോശയും ഏലിയാവും ചേരേണ്ടടുത്ത് ചേർത്തിരുന്നപ്പോൾ വെളിച്ചമുണ്ടായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ കാരണം, നമ്മൾക്ക് ഇന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. യോഗങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ആളുകൾ ഒരുമിച്ച് ചേരുന്ന വലിയ എന്തൊക്കെയോ സംഗതിയാണെന്ന്. എന്നാൽ തിരുവെഴുത്തിൽ ഈ മഹായോഗമാണ് ഏറ്റവും അധികം വെളിച്ചമുണ്ടാക്കുന്ന യോഗം. യോഗം എന്നുള്ളതിന് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം ചേരേണ്ടിടത്ത് ചേർന്നിരിക്കലാണ് യോഗം എന്നാണ്. മോശയും ഏലിയാവും പഠിപ്പിക്കുന്നത് ചേരേണ്ടിടത്ത് ചേർന്നിരുന്നാൽ നമ്മൾക്ക് വെളിച്ചമുണ്ടാകുമെന്നാണ്. പലതരത്തിലുള്ള ചേർച്ചകളുണ്ട്. ചുട്ടു പഴുത്തിട്ടുള്ള ഒരു ഇരുമ്പ് തണ്ടിൽ ഒരു തുള്ളി വെള്ളം വന്ന് വീണാലും പിന്നെ വെള്ളത്തിന്റെ കഥ പോലും ഉണ്ടാവില്ല. അധമ ചേർച്ചയാണ്. ചില മനുഷ്യരോട് ചേർന്നാൽ പിന്നെ നമ്മളുടെ മേൽവിലാസം പോലും നമ്മൾക്ക് നഷ്ടപ്പെടാനിടയുണ്ട്. ഇത്തരത്തിലുള്ള ചില ചേർച്ചകളുണ്ട്, അധമ ചേർച്ചകളുണ്ട്. വെള്ളത്തിന്റെ ഇതേ തുള്ളി തന്നെ ഒരു താമരയിലോ ഒരു ചേമ്പിലയിലോ വന്ന് വീണാൽ നമ്മൾക്കറിയാം അതിങ്ങനെ ഉരുണ്ട് കളിക്കുന്നുണ്ട്. അതിന് നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ വലിയ ഗുണപരമായ പരിണിതികളൊന്നും അതിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. മധ്യമ ചർച്ചയാണ്. ചിലരോട് ചേർന്ന് നിന്നാൽ നമ്മൾക്ക് വളർച്ചയൊന്നും ഉണ്ടാവില്ല, എന്നാൽ തളർച്ചയും ഉണ്ടാവില്ല. മധ്യമമാണ്. എന്നാൽ ഒരു മണൽത്തരി ചിപ്പിക്കുള്ളിൽ പോയി വീഴുകയാണെങ്കിൽ അതൊരു മുത്തായി തീരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഇത് ഉത്തമ ചർച്ചയാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ചർച്ചകളുണ്ട് നമ്മളുടെ മുമ്പിൽ. ഇവിടെ നോമ്പെടുത്തവരെല്ലാം ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ വലിയ വെളിച്ചമുണ്ടാവണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ മുമ്പിലുള്ള സത്യം. നാം ആമുഖത്തിൽ വായിച്ച സങ്കീർത്തനത്തിൽ 3 തവണ ആവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്: യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ.
ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം ഞങ്ങളിൽ പ്രകാശിപ്പിക്കണമേ. യഥാസ്ഥാനപ്പെടലിൻ്റെ കലയാണ് ധ്യാനം. ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ എന്തെല്ലാം സംഗതികളിൽ നമ്മൾ അസ്ഥാനത്താണ്. ഇന്നലെ പറഞ്ഞ വാക്കുകളിൽ എത്ര എണ്ണം അസ്ഥാനത്തായിട്ടുണ്ട്? അതിൻ്റെ തലേന്ന് നോക്കിയ നോട്ടങ്ങളിൽ എത്ര എണ്ണം അലക്ഷ്യമായി പോയിട്ടുണ്ട്? അതിൻ്റെ തലേന്ന് കേട്ട കേൾവികളിൽ എത്ര എണ്ണം അനാവശ്യമായിരുന്നു? അതിൻ്റെ തലേന്ന് നടത്തിയ യാത്രകളിൽ എത്ര എണ്ണം അലസമായിരുന്നു? ഇങ്ങനെ ആകെ നമ്മളുടെ ജീവിതം തന്നെ അസ്ഥാനത്തായി പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് വേണം കരുതാൻ. ഇവിടെ നമുക്ക് ഈ പ്രാർത്ഥന ഹൃദയത്തിൽ ആവർത്തിച്ച് ഉരുവിടേണ്ടത് അനിവാര്യമാണ്. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം ഞങ്ങളിൽ പ്രകാശിപ്പിക്കണമേ. നമ്മളുടെ കണ്ണ് കൂടുതൽ സമയം നമ്മുടെ മുഖത്താണോ ബാക്കിയുള്ളവരുടെ പുറത്താണോ ഇരിക്കുക? നമ്മളുടെ കണ്ണ് നമ്മളുടെ മുഖത്തിരിക്കാൻ പഠിക്കുന്ന കലയാണ് ധ്യാനം. നമ്മളുടെ കാത് നമ്മളുടെ നിയന്ത്രണത്തിൽ, നമ്മുടെ നാവ് നമ്മുടെ നിയന്ത്രണത്തിൽ ഇരിക്കാൻ പഠിക്കുന്ന കലയാണ് ധ്യാനം. ജീവിതത്തിൻ്റെ വേഗങ്ങൾക്കും ആവേഗങ്ങൾക്കും ഇടയിൽ നമ്മളുടെ ഉള്ളിലുള്ള വെളിച്ചം അണയുകയും മങ്ങുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. വെളിച്ചത്തെക്കുറിച്ച് ഓർമ്മയില്ലാതിരിക്കരുത്. കാരണം വെളിച്ചത്തിലേക്കുള്ള പുനരധിവാസമാണല്ലോ ധ്യാനം. എന്തിനാണ് ഇത്രമേൽ വെളിച്ചത്തെക്കുറിച്ച് നാം ധ്യാനിക്കേണ്ടി വരുന്നത്? തമ്പുരാൻ നിക്കോദീമോസിനോട് പറഞ്ഞ ആ വാക്കുകൾ ശ്രദ്ധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 19, 20, 21 വാക്യങ്ങൾ. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തെങ്കിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനും തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കിയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. 2 തരം വെളിച്ചങ്ങളുണ്ട് എന്ന് നമ്മൾക്കറിയാം. 1-ാം ദിവസം ദൈവം ഉണ്ടാക്കിയ വെളിച്ചമുണ്ട്. 4-ാം ദിവസം ദൈവം സൂര്യനെയും ചന്ദ്രനെയും നിർമ്മിച്ച് ഈ ലോകത്തിന് വെളിച്ചം നൽകിയെന്ന് നമ്മൾക്കറിയാം. 1-ാം ദിവസം ദൈവം ഉണ്ടാക്കിയ വെളിച്ചത്തിന് ശേഷമാണ് സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തിൻ്റെയും ഉള്ളിൽ അന്തർലീനമാണ് ആ വെളിച്ചം എന്ന് നമ്മൾക്കറിയാം. അതിനെ വേണമെങ്കിൽ നമ്മൾക്ക് ഉൾവെളിച്ചം എന്ന് വിളിക്കാമല്ലോ. ഈ ഉൾവെളിച്ചം കണ്ടെടുക്കുകയാണ് നമ്മളുടെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം. സുവിശേഷം എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് ചേർന്നിരിക്കുകയും ക്രിസ്തുവിൻ്റെ ഒപ്പം യാത്ര ചെയ്യുകയും ചെയ്യുന്ന ആളുകളുടെ കഥകളുടെ സമാഹാരമാണ്. കുറേയധികം മനുഷ്യരെങ്ങനെയാണ് ജീവിതത്തിൽ വെളിച്ചം കണ്ടെത്തിയത് എന്നുള്ളതിനെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചരിത്രമാണ് സുവിശേഷം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകാൻ നമ്മൾ ധ്യാനിക്കേണ്ടത് സുവിശേഷം തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾക്ക് അധികം സമയമില്ലാത്തത് കൊണ്ട് ചെറിയ സുവിശേഷം ധ്യാനിക്കാം എന്നും ഞാൻ വിചാരിക്കുന്നു. ചെറിയ സുവിശേഷം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷമാണ്. 16 അധ്യായങ്ങൾ മാത്രമാണ് അതിനുള്ളത്. എല്ലാ സുവിശേഷങ്ങളെയും പോലെ ഈ സുവിശേഷത്തിൻ്റെയും ലക്ഷ്യം യേശു ദൈവപുത്രനാണ് എന്നുള്ള അറിവ് ലോകത്തിന് സമ്മാനിക്കുക എന്നുള്ളതാണ്. അതാണല്ലോ സുവിശേഷം, യേശു ദൈവപുത്രനാണ് എന്നുള്ള അറിവ്. ഇതതിൻ്റെ ആരംഭം മുതൽ തന്നെ ഉണ്ട്. 1-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണല്ലോ. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞിട്ടാണ്. തൊട്ടു പിന്നാലെ അതേ അധ്യായത്തിൽ നിരവധി സംഭവങ്ങളിൽ ഈ ആശയം ധ്വനിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ സ്നാന മുഹൂർത്തത്തെക്കുറിച്ച് പരാമർശിക്കുന്നിടത്ത്, യേശു തമ്പുരാൻ്റെ നോമ്പിനെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത്, പിന്നീട് അവൻ പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ അവൻ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ട് പ്രഭാഷണം നടത്തുന്നു എന്ന് പറയുന്നിടത്ത്, വീണ്ടും ആ പള്ളിയിൽ തന്നെ അശുദ്ധാത്മാവിനെ കൊണ്ട് പറയിക്കുന്നു, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന്. ഇങ്ങനെ 1-ാമത്തെ അധ്യായത്തിൽ ആവർത്തിച്ച്
പ്രതിപാദിക്കുന്ന ഒരു സംഗതി യേശു ദൈവപുത്രനാണെന്നുള്ള അറിവാണ്. മാലാഹമാർ നോമ്പുകാലത്ത് അവനെ ശുശ്രൂഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ ദൈവപുത്രനാണെന്നുള്ള അറിവാണ് അവിടെ സമ്മാനിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ ഇവൻ കർത്താവാണ് എന്ന് പറയുന്നിടത്ത് അവൻ ദൈവപുത്രനാണെന്നുള്ള അറിവാണ് ധ്വനിപ്പിക്കുന്നത്. ഇങ്ങനെ ആവർത്തിച്ച് അവിടെ ഈ ആശയം പരാമർശിക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഒരു സാമ്പിൾ എടുത്ത് നോക്കാൻ, ഇടയ്ക്ക് നിന്നെടുത്ത് നോക്കിയാൽ 16 അധ്യായങ്ങളുള്ളതിൽ 8-ാം അധ്യായം എടുത്ത് നോക്കിയാൽ അവിടെയുണ്ട്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ എന്നെക്കുറിച്ച് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശീമോൻ പത്രോസ് പറയുന്നു, മറ്റ് ശിഷ്യന്മാരുടെ മറുപടികൾക്ക് ശേഷം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മെശിഹയാകുന്നുവെന്ന്. 9-ാമത്തെ അധ്യായത്തിൽ മറുരൂപമലയിൽ സംഭവം നടക്കുമ്പോൾ ആകാശത്ത് ഒരു മേഘം നിഴലിട്ടിട്ട് അതിൽ നിന്നൊരു ശബ്ദം ഉണ്ടാകുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ അവസാന ഭാഗത്ത് നോക്കിയാൽ 15-ാമത്തെ അധ്യായത്തിലാണ് പരാമർശിക്കുന്നത്. 39-ാമത്തെ വാക്യത്തിൽ ശതാധിപന്റെ സാക്ഷ്യമുണ്ട്. യേശുവിൻ്റെ കുരിശിൻ്റെ അഭിമുഖമായി നൽകുന്ന ശതാധിപൻ പറയുന്നു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രൻ ആയിരുന്നുവെന്ന്. ഇങ്ങനെ ആദ്യ മധ്യ അന്തങ്ങളിലെല്ലാം ആവർത്തിച്ച് പ്രതിപാദിക്കുന്ന അറിവ് യേശു ദൈവപുത്രനാണ് എന്നുള്ളതാണ്. ഈ അറിവ് നമുക്കുമുണ്ട്. നിർഭാഗ്യവശാൽ അറിവ് നമുക്ക് അനുഭവമാകുന്നില്ല. അതാണ് നമ്മുടെ പരാജയം. അറിവ് അനുഭവമാകുന്നില്ലെങ്കിൽ പിന്നെ നമ്മളും ഒരു ലൈബ്രറിയും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ജീവിതത്തിൽ നമ്മൾ നേടുന്ന ഓരോ അറിവുകളും നമ്മൾക്ക് ഒരു ഗുണപരമായ മാറ്റത്തിന് നമ്മെ പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മളും കുറേ പുസ്തകങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? അറിവ് അനുഭവമാകലാണ് ധ്യാനം. ഈ അറിവ് അനുഭവമാകാനുള്ള 3 സാധ്യതകളെ ഈ സുവിശേഷം സമ്മാനിക്കുന്നുണ്ട്. വളരെ ലളിതമാണ്. ഒന്ന്, കൂടെ ഇരിക്കുക എന്നാണ്. രണ്ടാമത്തേത് കൂടെ ചിന്തിക്കുക എന്നാണ്. മൂന്നാമത്തേത് കൂടെ മരിക്കുക എന്നാണ്. യേശുവിൻ്റെ കൂടെ ഇരിക്കുക, യേശുവിൻ്റെ കൂടെ ചിന്തിക്കുക, യേശുവിൻ്റെ കൂടെ മരിക്കുക. ഈ 3 സാധ്യതകളിലൂടെയാണ് ഇനി നമ്മൾ സഞ്ചരിക്കുന്നത്. സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായം 14-ാം വാക്യം, അവൻ തന്നോടുകൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു. നമ്മുടെയും തിരഞ്ഞെടുപ്പിൻ്റെയും പ്രഥമ ലക്ഷ്യം കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ആഹ്വാനം അത് തന്നെയാണ്. ശിഷ്യന്മാരെ വിളിച്ചു ചേർക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾക്കത് ശ്രദ്ധിക്കാവുന്നതാണ്. 1-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ശീമോനെയും അന്ത്രയോസിനെയും വിളിക്കുമ്പോൾ എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അവർ വല ഉപേക്ഷിച്ചിട്ട് യേശുവിൻ്റെ കൂടെ പോകുന്നുണ്ട്. 20-ാമത്തെ വാക്യത്തിൽ സബദിയുടെ മക്കളെ കണ്ടുമുട്ടുമ്പോൾ ഉടൻ അവൻ അവരെയും വിളിച്ചു. അവർ പിതാവായ സബദിയെ സേവകരോടൊപ്പം വള്ളത്തിൽ വിട്ട് അവനെ അനുഗമിച്ചു. പിതാവിനെ വിട്ടുപോകുന്നുണ്ട്. തൊട്ടു പിന്നാലെ ചുങ്കസ്ഥലത്തിരിക്കുന്ന ലേവിയെ കാണുമ്പോൾ അവനെയും വിളിക്കുന്നുണ്ട്. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. പണവും പെട്ടിയും വിട്ടിട്ടാണ് അവനും പോകുന്നത്. അവനെ അനുഗമിക്കുന്നവർ ചെയ്യുന്നത് അവൻ്റെ കൂടെ പോവുകയാണ്. എന്നാൽ നമ്മൾക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇതാണ്, യേശുവിൻ്റെ കൂടെ ഇരിക്കുവാൻ പോകുന്നവർ അവരുടെ കൂടെയുള്ള പലതും ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. ഇതാണ് ശിഷ്യത്വത്തിൻ്റെ പ്രധാനമായ മർമ്മം. യേശുവിൻ്റെ കൂടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൂടെയുള്ള പലതും ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഗുരു ഇവിടെ ഇരിക്കുന്നു, ശിഷ്യൻ കടന്നു വരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ യുവാനിസ് തിരുമേനിയുടെ ആശ്രമത്തിൽ അവിടെ ഇരിക്കുന്ന ചെടിച്ചട്ടി ഇങ്ങോട്ടെടുത്ത് മാറ്റുകയും ഇവിടെ ഇരിക്കുന്ന ചെടിച്ചട്ടി അങ്ങോട്ടെടുത്ത് മാറ്റുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന കഥ അവിടുത്തേതാണെന്ന് വിചാരിക്കരുത്. വളരെ പഴയൊരു കഥയാണ്. ഗുരു ഇവിടെ ഇരിക്കുന്നു, ശിഷ്യൻ 2 ചെടിച്ചട്ടിയുമായിട്ട് കടന്നു വരുന്നു. ചട്ടി മാറ്റി വയ്ക്കുകയാണ്. വന്ന വഴിക്ക് ഗുരു വിളിച്ചു പറയുന്നുണ്ട്, താഴെയിടാൻ പറഞ്ഞു, ഡ്രോപ്പ് ഇറ്റ്. അവൻ അനുസരണം എന്നുള്ളതാണല്ലോ ആശ്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളിൽ ഒന്ന്. അതുകൊണ്ട് ഗുരു എന്ത് പറയുന്നു അതനുസരിക്കുക എന്നുള്ളതേ ഉള്ളൂ. വളരെ വില കൂടിയ ചെടിയാണ്, ചട്ടിയാണ്. ഇവൻ വലത്തെ കയ്യിലെ ചട്ടി താഴെ കിട്ടും. വീണ്ടും മുമ്പോട്ട് നടന്നു വരുമ്പോൾ ഗുരു വിളിച്ച് പറയും, ഡ്രോപ്പ് ഇറ്റ്.
അവന് പിന്നെ അടുത്ത കയ്യിൽ ചട്ടിയുണ്ട്, അതും താഴെയിട്ടു. അനുസരിച്ചു. വീണ്ടും മുൻപോട്ട് നടന്നു വരുമ്പോൾ ഗുരു വിളിച്ചു പറയുകയാണ്, താഴെയിട്ടു. പിന്നെ അവൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോഴാണ് ശിഷ്യൻ്റെ ഉള്ളിൽ വെളിച്ചമുണ്ടാകുന്നത്. അവൻ തന്നെ ഗുരുവിൻ്റെ മുമ്പിലേക്ക് വീഴ്ത്തുകയാണ്. ഞാനെന്ന ഭാവത്തെ താഴെയിടാനാണ് ഗുരുവിൻ്റെ ആഹ്വാനം. നമ്മൾ പലതും വിട്ടിട്ട് ഈ വിളി കേട്ടിട്ട് ഇറങ്ങിയവരാണ്. എന്നാലും വിട്ട സംഗതികളൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇതുവരെ നമ്മിൽ നിന്ന് അന്യമായിട്ടില്ല. ഞാനിപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. വീണ്ടും ഗുരു ഇവിടെ ഇരിക്കുന്നു. ശിഷ്യൻ കടന്നു വരുന്നു. ഗുരു വിളിച്ച് പറയുന്നു, ഒറ്റയ്ക്ക് വരിക എന്ന്. അവൻ പുറകോട്ട് നോക്കി, ആരെയും കാണുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വരുന്നത്. വീണ്ടും മുൻപോട്ട് നടക്കുമ്പോൾ ഗുരു വിളിച്ച് പറയുക, ഒറ്റയ്ക്ക്. അവൻ രണ്ട് വശങ്ങളിലേക്ക് നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. വീണ്ടും മുമ്പോട്ട് ഒറ്റയ്ക്ക് നടന്നു വരുന്നു. വീണ്ടും അദ്ദേഹം മൂന്നാമതും ഉഗ്രശബ്ദത്തിൽ പറയുന്നുണ്ട്, ഒറ്റയ്ക്ക്. പിന്നെ അവൻ പുറകോട്ട് നോക്കിയില്ല, ഇരുവശങ്ങളിലേക്ക് നോക്കിയില്ല, ഉള്ളിലേക്കാണ് നോക്കിയത്. ഉള്ളിൽ ഒരാൾക്കൂട്ടം തന്നെയുണ്ട്. പകയുള്ള സഹോദരനുണ്ട്, അസൂയുള്ള സഹപ്രവർത്തകനുണ്ട്, വിദ്വേഷമുള്ള ആളുകളുണ്ട്, മോഹമുള്ള ആളുകളുണ്ട്, ആസക്തിയുള്ള ആളുകളുണ്ട്, വെറുപ്പുള്ള ആളുകളുണ്ട്. ഇങ്ങനെ ഒരാൾക്കൂട്ടം തന്നെയുണ്ട്. നമ്മൾ ആരാധനയ്ക്കിരിക്കുമ്പോഴുണ്ട്, പ്രഭാഷണം പറയുമ്പോഴുണ്ട്, പ്രഭാഷണം കേൾക്കുമ്പോഴുണ്ട്. നമ്മുടെ ഉള്ളിൽ വലിയൊരു ആൾപ്പെരുക്കമുണ്ട്. ഒറ്റയ്ക്ക് വരിക എന്നുള്ളതാണ് യേശു നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം. നിന്റെ കൂടെയുള്ളതിനെ ഉപേക്ഷിച്ചിട്ട് വരിക എന്നുള്ളതാണ് യേശു നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം. വീണ്ടും ഒരു എഴുത്തുകാരൻ്റെ വരിയുണ്ട്. വളരെ ചെറുപ്പക്കാരനാണ് അദ്ദേഹം പറയുകയാണ്, സ്വാമി വിവേകാനന്ദനെയും ശ്രീ ശങ്കരാചാര്യരെയും യോഹന്നാൻ സ്നാപകനെയും ഒക്കെ പോലെയുള്ള ചെറുപ്പക്കാർ ജീവിച്ചിരുന്ന ഈ ഭൂമിയിൽ ഞങ്ങൾ ഞങ്ങളുടെ യൗവനം കൊണ്ട് എന്ത് ചെയ്യുകയാണ്? ഈ പൂർവസൂരികളുടെ മനോഹരമായ ജീവചരിത്രങ്ങളൊക്കെ വായിച്ചു കേൾക്കുമ്പോൾ, പറഞ്ഞു കേൾക്കുമ്പോൾ ഞങ്ങളുടെ യൗവനത്തെ ഓർത്ത് ഞങ്ങൾ ലജ്ജിക്കുന്നു. ഞങ്ങൾക്ക് ഉള്ളിലേക്ക് നോക്കാൻ ഭയമാണ്. അദ്ദേഹത്തിൻ്റെ വരികൾ തന്നെ ഞാൻ വായിക്കാം. ഞാൻ ഉള്ളിലേക്ക് നോക്കുന്നു, നുരയുന്ന മാലിന്യങ്ങൾ മാത്രം കാണുന്നു. അസൂയ, പരനിന്ദ, കുശുമ്പ്, പരിഹാസം, കാതലില്ലായ്മ, കാമം, വിദ്വേഷം, ഇരുട്ട്, മത്സരം, പലതരം ആസക്തികൾ എല്ലാം കിടന്ന് ഉള്ളിൽ ലാവ പോലെ നുരച്ച് തിളങ്ങുന്നു. അപ്പോസ്തലന്മാരുടെ വാക്കുകൾ നമ്മെ ഇനിയും അധികം ഭാരപ്പെടുത്താനിടയുണ്ട്. എഫെസി ലേഖനം 5-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേര് പറക പോലും വരരുത്. അങ്ങനെയാകുന്നു വിശുദ്ധർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടതെന്ന് തെസലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ കലത്തിൽ 4-ാം വല എന്ന് പറയുന്നത് ഒരു കെണിയാണ്. നമ്മളിപ്പോൾ യേശുവിൻ്റെ കൂടെയാണെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളുടെ ഉള്ളിൽ ഈ കെണി ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പലരെയും ആകപ്പെടുത്തുന്നത് ഇപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. സബദിയുടെ മക്കൾ ഉപേക്ഷിക്കുന്നത് അപ്പനെയും സ്വത്തിനെയും ഒക്കെയാണ്. ശരിയായ ക്രിസ്താനുഭവം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന പലതിനെയും നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അതിനുള്ള ഒരു ആർജവത്വം നമ്മൾ കാട്ടേണ്ടതായിട്ട് വരും. നിർഭാഗ്യവശാൽ നമ്മളുടെ ആർജവങ്ങളെല്ലാം ആസക്തികളാവുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഗുരുവായോ, ഇണയായോ, തുണയായോ, അന്തസ്സുള്ള ഒരു ആത്മാവിനെ പോലും നമ്മൾക്ക് കിട്ടാനില്ലാത്ത ഒരു കാലത്താണ്. നട്ടല് പണയം വെച്ചിട്ടുള്ള കാലത്താണ്. ഇവരുടെ ഈ നീക്കം നമ്മെ പ്രകോപിപ്പിക്കാൻ പോകുന്നതാണ്. നേരായ ക്രിസ്താനുഭവം ഉണ്ടാകുമ്പോൾ ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നതിനെ പോലും ഉപേക്ഷിക്കാൻ ആവും എന്ന്. ലേവി ഉപേക്ഷിക്കുന്നത് പണവും കിട്ടിയുമാണ്. അതിനെക്കുറിച്ച് ഞാൻ അധികം പരാമർശിക്കേണ്ടതില്ല. സാമ്പത്തിക ഇടപാടുകളാണ് അയാൾ ഉപേക്ഷിക്കുന്നത്. ഇങ്ങനെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ പലരും അവരുടെ കൂടെയുള്ള പലരും ഉപേക്ഷിക്കുന്നുണ്ട്. നോമ്പ് നമ്മൾ പലതും ഉപേക്ഷിക്കുന്ന കാലമാണെന്ന് പറയാറുണ്ട്. നോമ്പ് വർജനങ്ങളുടെ കാലമല്ല,
മറിച്ച് ആർജനങ്ങളുടെ കാലമാണെന്ന് അറിവുള്ളവർ പറയുന്നുണ്ട്. നോമ്പൊരു ഗുരുസാന്നിധ്യമാണ്. ഗുരുക്കന്മാർ എപ്പോഴും അഗ്നിക്ക് സമമാണല്ലോ. അവരുടെ അടുത്ത് പോയാൽ നമുക്ക് ചൂടും കിട്ടും, വെളിച്ചവും കിട്ടും. ഗുരുക്കന്മാർ ഒരിക്കലും ആരെയും നിർബന്ധിക്കുന്നില്ല എൻ്റെ അടുത്ത് വരിക എന്ന്. പക്ഷേ ജീവിതത്തിൽ മരവിപ്പ് ബാധിച്ചവർ തീക്കെടുത്ത് പോയാൽ, ഗുരുവിൻ്റെ അടുത്ത് പോയാൽ അവർക്ക് ചൂടും വെളിച്ചവും കിട്ടും. ചെല്ലുന്ന എല്ലാവർക്കും ചൂടും വെളിച്ചവും കിട്ടും. എന്നാൽ കയ്യിൽ ഒരു കഷ്ണം വിറകും കൂടി കൊണ്ടുപോകുന്ന ആളുകൾ ആ വിറകെടുത്തിട്ട് തീക്കകത്ത് വെച്ചാൽ ആ വിറക് കൊണ്ടുചെന്ന ആൾക്ക് കുറെ കൂടി ചൂടും വെളിച്ചവും കിട്ടാൻ സാധ്യതയുണ്ട്. ശിഷ്യന്റെ സമർപ്പണം പ്രധാനമാണ്. ശിഷ്യന്റെ ഒരുക്കം പ്രധാനമാണ്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുക്കി നിനക്ക് കാണപ്പെടുന്നു. ഈ ഒരുക്കം പ്രധാനമാണ്. നമ്മളുടെ കൂടെയുള്ള പലതും വിട്ടിട്ട് യേശുവിൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞാൽ ഈ ഒരുക്കത്തെക്കുറിച്ച്, സമർപ്പണത്തെക്കുറിച്ച് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഉള്ളിലിരിപ്പുകൾ കുടഞ്ഞു കളഞ്ഞിട്ടാവണം ക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കുന്നത്. ഓരോ തവണ കുമ്പിടുമ്പോഴും നമ്മളുടെ ഉള്ളിലിരിപ്പുകൾ താഴേക്ക് ഉതിർന്നു വീഴുന്നില്ലെങ്കിൽ പിന്നെ നമ്മളുടെ കുമ്പിടിയിൽ കൊണ്ട് ശരീരത്തിന് ഒരു വ്യായാമം എന്നല്ലാതെ മറ്റെന്ത് പ്രയോജനമാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത്? നോമ്പിലും ഉപവാസത്തിലും ഭക്ഷണം നിന്റെ വായു വെടിയുന്നതോടൊപ്പം ദുർവചനവും വെടിയണമെന്നാണ് കൽപ്പനയുള്ളത്. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായു പ്രസ്താവിക്കുന്നത്. ശലോമോൻ രാജാവ് പറയുന്നുണ്ട്, സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക എന്നാണ്. ഹൃദയം കൊണ്ട് തമ്പുരാനോട് ചേർന്നിരിക്കലാണ് ആദ്യത്തെ പടി ശിഷ്യത്വത്തിൻ്റെ. നിർഭാഗ്യവശാൽ വെറുതെ ഇരിക്കുന്നത് നിഷ്പ്രയോജനമാണ്, നിഷ്ക്രിയമാണ്, ഒട്ടും തന്നെ സർഗാത്മകമല്ലാത്തതാണ് എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ കാലത്ത് വെറുതെ കിടക്കുന്ന പുറമ്പോക്കുകളൊക്കെ ആളുകൾ മണ്ണടിച്ച് നികത്തുന്നത്. വെറുതെ ഇട്ടിരിക്കുന്ന കുന്നുകളൊക്കെ നമ്മൾ യന്ത്രങ്ങൾ വെച്ചിട്ട് ഇടിച്ച് നിരത്തുന്നത്. വെറുതെ കിടക്കുന്ന നമ്മളുടെ പള്ളിമുറ്റങ്ങൾ നിറയെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്. ആളുകൾക്ക് ഒരുമിച്ച് നടക്കാൻ പോലും സ്ഥലമില്ലാത്ത വിധത്തിൽ നമ്മൾ തിക്കും തിരക്കും ഉണ്ടാക്കുന്നത്. വെറുതെ ഉള്ള സമയം നിഷ്പ്രയോജനമാണ് എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ് നമ്മളുടെ കുട്ടികൾക്ക് 2 മാസത്തെ ഒഴിവുകാലം പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒഴിവുകാലം മുഴുവൻ നമ്മൾ ട്യൂഷൻ കൊണ്ട് കുത്തി നിറയ്ക്കുന്നത്. അതുപോലെ തന്നെ നോമ്പ് കാലത്ത് വെറുതെ കിടക്കേണ്ട വായും വയറും നമ്മൾ വാക്കും ഭക്ഷണവും കൊണ്ട് കുത്തി നിറയ്ക്കുന്നത്. എങ്ങനെ വെറുതെ കിടക്കുന്ന ഇതൊന്നും തന്നെ സർഗാത്മകമല്ല എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. അതിനൊരു പാഠഭേദമുണ്ടല്ലോ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി. അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ ശുദ്ധീകരിച്ചു. വെറുതെ ഇരിക്കുന്നത് ശുദ്ധീകരിക്കാനാണ്. ഇതൊരു ദൈവിക കർമ്മമാണ് വെറുതെ ഇരിക്കുന്നത്. ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം കൂടി ചേർത്ത് ഒറ്റ വാക്കിൽ പറയാനാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. യേശുവിൻ്റെ കൂടെ വസിക്കുന്നതും നമ്മുടെ കൂടെയുള്ളത് ഉപേക്ഷിക്കുന്നതും വെറുതെ ഇരിക്കുന്നതും ശുദ്ധീകരിക്കുന്നതും എല്ലാം ചേർത്തിട്ട് നമ്മൾ പറയാറുള്ള വാക്കാണ് ഉപവാസം. ഉപവാസം നമ്മെ ശുദ്ധീകരിക്കുന്നുണ്ട്. കൂടെ ഇരിക്കലാണല്ലോ ഉപവാസം. ഭാരതത്തിലെ ചിന്തകന്മാര് വേദപുസ്തകം വായിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, വേദപുസ്തക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉപവാസം അബ്രഹാം പിതാവിൻ്റെതാണ്. നമ്മൾ പക്ഷെ അങ്ങനെ വായിച്ചിട്ടില്ലല്ലോ. നമ്മൾ വായിച്ചിട്ടുള്ളത് മോശയുടേതുണ്ട്, ഏലിയാവിൻ്റെതുണ്ട്, കർത്താവിൻ്റെതുണ്ട്, നിനവക്കാരുടേതുണ്ട്, പിന്നെ ഇസബേലിൻ്റെ അനാരോഗ്യകരമായ ഉപവാസ പ്രഖ്യാപനം ഉണ്ട്. എന്നാൽ അവർ പറയുന്നു അബ്രഹാമാണ് ഏറ്റവും വലിയ ഉപവാസം നടത്തിയതെന്ന്. കാരണം ഭാരതത്തിൽ ഉപവാസത്തിന് കൊടുക്കുന്ന അർത്ഥം ഇങ്ങനെയാണ്: ഏറ്റവും പ്രിയപ്പെട്ടതിനെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കലാണ് ഉപവാസം. നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതിനെ ദൈവത്തിന് സമർപ്പിച്ച് മാറ്റിവെക്കലാണ് ഉപവാസം. നിർബന്ധത്താലല്ല, ഉപേക്ഷയാലല്ല, ഏറ്റവും പ്രിയപ്പെട്ടതിനെ മാറ്റിവെക്കലാണ്. ഇസഹാക്കിനെ ദൈവത്തിന് സമർപ്പിക്കുന്നത് കൊണ്ടാണ് അപ്രകാരം അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്.
നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഗതികളിലേക്ക് നമ്മെ ഭ്രമിപ്പിക്കുന്നത് നമ്മളുടെ കണ്ണും കാതും നാവും എല്ലാം ചേർന്നിട്ടാണ്. ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കുക, സ്പിരിച്വലൈസിങ് ദ സെൻസസ് എന്നൊരു പ്രയോഗം തന്നെയുണ്ട് പൗരസ്ത്യ പാരമ്പര്യത്തിൽ. കാരണം ആദാമിന് തെറ്റുപറ്റുന്നത് കണ്ണും കാതും നാവും കൈയും എല്ലാം ചേർന്നിട്ടാണ്. കാണുന്നു, ഹവ്വ പറഞ്ഞത് കേൾക്കുന്നു, പഴം കാണുന്നു, പറിക്കുന്നു, രുചിക്കുന്നു. ഇന്ദ്രിയങ്ങളാണ് മനുഷ്യനെ ചതിക്കുന്നത് എന്ന് ശങ്കരാചാര്യർ പറയുന്നു. വിവേക ചൂടാമണിയിൽ അദ്ദേഹം പറയുന്നു, ചില ജീവികളുടെ ഉദാഹരണം പറഞ്ഞിട്ട് പറയുന്നുണ്ട് മനുഷ്യന്റെ ദൗർബല്യങ്ങളെക്കുറിച്ച്. ഒരു വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു. ആ വിളക്കിൽ തിരുനാളം കാണുമ്പോൾ ശലഭം വന്നിട്ട് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ പാറിപ്പറക്കുന്നു. അവസാനം തീ ആഹാരമാണെന്ന് വിചാരിച്ചിട്ട് അത് തീക്കകത്ത് പോയി വീഴുന്നു, ചാകുന്നു. അതിൻ്റെ കണ്ണ് അതിനെ ചതിക്കുന്നു. കാട്ടിലേക്ക് വേടൻ ചെണ്ടയും കൊട്ടിയിട്ട് ഇറങ്ങുന്നു. ചെണ്ടയുടെ ശബ്ദം കേൾക്കുമ്പോൾ മാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. മാനിനെ വേടൻ കാണുന്നു, അമ്പെയ്യുന്നു, കൊല്ലുന്നു. അതിൻ്റെ കേൾവി അതിനെ ചതിക്കുന്നു. പൂവ് വിടർന്നു നിൽക്കുന്നു. പൂവിൻ്റെ പരിമളം അന്തരീക്ഷത്തിൽ പരക്കുന്നു. വണ്ട് വന്ന് പൂവിലിരിക്കുന്നു. പൂവടയുന്നു, വണ്ട് ചാകുന്നു. അതിൻ്റെ മൂക്ക് അതിനെ ചതിക്കുന്നു. ചൂണ്ടയിൽ ഇര കൊളുത്തിയിട്ട് വെള്ളത്തിലേക്ക് ഇടുന്നു. മീനിനറിയാം ഇത് പിടിക്കാനുള്ള ഉപാധിയാണെന്ന്. എന്നാൽ കൊതി സഹിക്കാനാവാതെ ഇടയ്ക്കിടയ്ക്ക് കൊത്തി നോക്കുന്നു, കുടുങ്ങുന്നു. അതിൻ്റെ നാക്കതിനെ ചതിക്കുന്നു. ഇണ ചേരുന്ന കാലത്താണ്, മതം പൊട്ടുന്ന കാലത്താണ് ആന കുഴിയിൽ വീഴുന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ ത്വക്ക് അതിനെ ചതിക്കുന്നു, അതിൻ്റെ തൊലി. പാവം മനുഷ്യന് ഈ 5 ദൗർബല്യങ്ങളുമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആചാര്യൻ ഈ ശ്ലോകം അവസാനിപ്പിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ തഴക്കത്താൽ അഭ്യസിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ആരാധന കൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ ദൈവോന്മുഖമാക്കുന്നത്. നമ്മൾക്ക് കാണാൻ ഇവിടെ ചിത്രങ്ങളുണ്ട്, പാടാൻ സ്തോത്രങ്ങളുണ്ട്, കേൾക്കാൻ കീർത്തനങ്ങളുണ്ട്, രുചിക്കാൻ തിരുശരീരങ്ങളുണ്ട്, ശ്വസിക്കാൻ സുഗന്ധ പരിമളമുണ്ട്. ഇങ്ങനെ ആരാധനയുടെ നിരന്തരമായ സംസർഗത്തിലൂടെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ദൈവോന്മുഖമാക്കുന്നത്, ദൈവോചിതമാക്കുന്നത്. ഇന്ദ്രിയങ്ങളെ തഴക്കം കൊണ്ട് അഭ്യസിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എബ്രായ ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ഇന്ദ്രിയങ്ങൾക്ക് ആരാധന കൊണ്ട് തഴക്കമില്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും പാൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ടിയുള്ള ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തക്കമുള്ള ദൈവിക പരിജ്ഞാനമാണല്ലോ കട്ടിയുള്ള ആഹാരം. ആ ആഹാരം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് പറ്റുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. നമ്മളുടെ പ്രാർത്ഥനകളും നമ്മളുടെ നോമ്പുകളും നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ, നമുക്ക് ഒരു ഉൾത്തെളിവ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് മാറ്റമുണ്ടാകുന്നത്? നമ്മുടെ പരിസരങ്ങളിൽ ആർക്കാണ് ഒരു മാറ്റമുണ്ടാകുന്നത്? നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾക്ക് ഉൾത്തെളിവ് തരണം. സൽക്രിയകൾക്ക് മനഃശുദ്ധിയ സംഗതി വരണേ ഞങ്ങൾക്ക് എന്നാണ്. ഈ തെളിവ് നമ്മൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, ഉള്ളിലെ കലക്കം മാറുന്നില്ലെങ്കിൽ പിന്നെ നമ്മളുടെ പരിസരങ്ങളിലെ കലക്കം മാറ്റാൻ നമ്മൾക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. വളരെ ക്രൂരമായൊരു ഫലിതമുണ്ട്. ഒരു വിശുദ്ധൻ പറഞ്ഞതാണ്. അദ്ദേഹം പറയുകയാണ്, വീട്ടിൽ നിന്ന് അറയിൽ നിന്ന് അദ്ദേഹം പള്ളിയിലേക്ക് പോകുമ്പോൾ അറയിൽ വെച്ചിരുന്ന ഐക്കണിൽ നോക്കിയിട്ട് പറയുകയാണ്, നഗരത്തിലുള്ള പള്ളിയിലേക്ക് അദ്ദേഹം പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ദൈവമേ, ഞാൻ പള്ളി വരെ പോവാണ്, പോയിട്ട് വന്നിട്ട് നിന്നെ കണ്ടോളാം. ഞാൻ പള്ളിയിൽ വരെ പോവുകയാണ്, തിരിച്ചു വന്നിട്ട് കാണാമെന്ന്. പള്ളിയിൽ പോയി ദൈവഭയമില്ലാതെ ആയിട്ടുണ്ട് നമ്മൾ. അതുകൊണ്ടാണല്ലോ നമ്മൾ വളരെ സൗകര്യപൂർവ്വം പറയുന്നത്. ഒരിക്കലും നടക്കാത്ത എന്തെങ്കിലും കാര്യമുണ്ടായാൽ നമ്മൾ ഉടനെ വിളിച്ച് പറയില്ലേ, പള്ളിയിൽ ചെന്ന് പറഞ്ഞേക്കാൻ. കാരണം അത് നടക്കില്ല എന്ന് നമ്മൾക്ക് നല്ല ബോധ്യമുണ്ട്. പള്ളിയിൽ ചെന്ന് പറഞ്ഞേക്കാനാണ് നമ്മൾ പറയുന്നത്. അസാധ്യമായ കാര്യങ്ങളൊക്കെ നമ്മളുടെ വിശ്വാസം നമ്മൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഈ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ മാസം പോപ്പ് ബെനഡിക്ട് 16-ാമൻ്റെ ഒരു പുതിയ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, ലൈറ്റ് ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം
ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹവുമായിട്ട് നടത്തിയ വളരെ സുദീർഘമായൊരു സംഭാഷണമാണ് അതിലുള്ളത്. അതിലദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു സംഗതിയുണ്ട്: റിസ്റ്റോർ ദ ഫെയ്ത്ത്. വൈദികരുടെ ഇടയിൽ വിശ്വാസം തിരികെ പിടിക്കുക എന്നുള്ളതാണ് സഭയുടെ നിലനിൽപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇന്ന് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി ഇത് തന്നെയാണ്. നമ്മളുടെ പ്രാർത്ഥനകളും നോമ്പുകളും നമ്മളെ ശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ, നമുക്കൊരു ഗുണപരമായ പരിണതി ഉണ്ടാക്കുന്നില്ലെങ്കിൽ, പിന്നെ ആരെയാണ് നാം മാറ്റുക? ആരിലാണ് നമ്മൾ സ്വാധീനം ചെലുത്തുക? ആ നോവലിൽ പറയുന്നത് പോലെ വലിയ മനുഷ്യരെ സൃഷ്ടിക്കാനാവാതെ പോകുന്ന ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതാ പോകുന്നു അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ തട്ടിയ ആദരവോടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ നമുക്കിടയിൽ ഒരാൾ ഇല്ലാതെ പോകുന്നു എന്നുള്ളത് ഈ ദുര്യോഗം നമ്മൾ വരുത്തി വെച്ചതാണ് എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും ഇത്തിരി മനസ്താപത്തോടെ. ആധ്യാത്മിക സാധനകളിൽ തിദിക്ഷ എന്ന് പറയുന്ന ഒന്നുണ്ട്. കൈയും കാലും കണ്ണും കാതുമുക്ക് മനസ്സുറപ്പ് തരുന്നത്. മനസ്സിനുറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ നോക്കേണ്ടത് എവിടെയാണ്, നോക്കരുതാത്തത് എവിടെയാണ് എന്ന് നമുക്ക് പറയാനും ചിന്തിക്കാനുമുള്ള ശേഷി ഉണ്ടാവുക. സി.ജെ. തോമസിന്റെ നാടകത്തിൽ പറയുന്നത് പോലെ കണ്ണുള്ളത് തുറക്കാൻ മാത്രമല്ലല്ലോ, അടയ്ക്കാൻ വേണ്ടി കൂടിയാണ്. ഈ ഒരു ഉറപ്പ് നമ്മൾക്കുണ്ടാവണമെന്നുണ്ടെങ്കിൽ മനസ്സുറച്ചിരിക്കണം. മനസ്സ് ഈശ്വര വിചാരത്തിൽ നിബദ്ധമായിരിക്കണം. മുറിഞ്ഞു പോകാത്ത ദൈവസംസർഗം നമ്മൾ ആരംഭിച്ചിടത്തേക്ക് തന്നെ തിരികെ വരികയാണ്. കൂടെ ഇരിക്കാനാണ് യേശു തമ്പുരാൻ മനുഷ്യാവതാരത്തിൽ ആദ്യം ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത്. ഇത് ഏദൻ തോട്ടത്തിൽ ആദമിനുണ്ടായിരുന്ന അതേ അവസ്ഥ തന്നെയാണ്, ദൈവത്തിൻ്റെ കൂടെ ഇരിക്കൽ. ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ആ അവസ്ഥയിൽ നിന്നാണ് അവൻ ഇന്ദ്രിയങ്ങളാൽ ചതിക്കപ്പെട്ട് പാപം മൂലം മുറിവേൽപ്പിക്കപ്പെട്ട് താഴേക്ക് വീണു പോകുന്നത്. മനുഷ്യാവതാരത്തിൽ ആദ്യമായിട്ട് യേശു തമ്പുരാൻ മനുഷ്യനോട് പറയുന്ന വാക്കിതാണ്: ഏദനിൽ ആദമിനുണ്ടായിരുന്ന ആ പൂർവാവസ്ഥയിലേക്ക് നീ മടങ്ങി വരിക, എൻ്റെ കൂടെ ഇരിക്കുക. ഇതാണ് ഇതിലെ ദൈവശാസ്ത്രപരമായ മർമ്മം എന്ന് പിതാക്കന്മാര് പരാമർശിക്കുന്നുണ്ട്. കൂടെ ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അഞ്ച് വർഷം സെമിനാരി പഠിച്ചിട്ടാണ്, ഞാൻ പറയുന്നത് കൊണ്ട് എന്നോട് ക്ഷമിക്കണം, 5 വർഷം സെമിനാരിയിൽ പഠിച്ചിട്ടാണ് നമ്മളെല്ലാവരും 50 വർഷം പ്രസംഗിക്കുന്നത്. യേശു തമ്പുരാൻ 3 വർഷം പ്രസംഗിക്കാൻ 30 വർഷം മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. സാധനയുടെ ജാഗ്രതയുടെ വലിയൊരു കാലം യേശുവിൻ്റെ ജീവിതം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. വെറുതെ ഇരിക്കുന്നതിൻ്റെ, നിശബ്ദമായിരിക്കുന്നതിൻ്റെ ഒരു കാലം. ബുദ്ധമത പാരമ്പര്യത്തിൽ പറയുന്നത് പോലെ 1000 മൗനബുദ്ധന്മാർക്ക് ശേഷമാണ് സംസാരിക്കുന്ന ഒരു ബുദ്ധൻ ഉണ്ടാവുന്നത്. 1000 മൗനബുദ്ധന്മാർക്ക് ശേഷമാണ്. കടലിൻ്റെ തീരത്ത് എന്തൊരു ബഹളമാണല്ലേ! ബലൂൺകാരുടെ ബഹളമുണ്ട്, കടൽ വിൽക്കുന്ന ആളുകളുണ്ട്, മറ്റ് പല കച്ചവടക്കാരുണ്ട്, കടൽ കാണാൻ വന്നിട്ടുള്ളവരുണ്ട്. എല്ലാത്തിനും ഉപരിയായിട്ട് തിരകളുടെ ബഹളവുമുണ്ട്. എന്നാൽ ഉൾക്കടലിലേക്ക് പോകുന്തോറും കടൽ ശാന്തമാവുന്നുണ്ട്. എന്താണ് സത്യം എന്ന് നമ്മൾക്കറിയാം. തീരത്ത് ആഴം കുറവാണ്, ഉള്ളിൽ ആഴമുണ്ട്. ആഴം കൂടുന്നതനുസരിച്ച് ബഹളം കുറയാനുള്ള സാധ്യതയുണ്ടല്ലോ. ആഴം കൂടുന്നതനുസരിച്ചാണല്ലോ ബഹളം കുറയുന്നത്. അതുകൊണ്ടാണല്ലോ തമ്പുരാൻ പറഞ്ഞത് ആഴത്തിലേക്ക് നെക്കിയിട്ട് വലയിറക്കാനായിട്ട്. ഭൂമിയുടെ മുകളിൽ ഇങ്ങനെ കളച്ചുകൊണ്ടിരിക്കാതെ ഉള്ളിലേക്ക് പോയി കളച്ചു നോക്കുക, നിങ്ങൾക്ക് നിധി കിട്ടും എന്ന് തമ്പുരാൻ പറയുന്നതൊക്കെ ഈ ആഴം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുകയും. ഒന്നാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. കൂടെ ഇരിക്കുക എന്നുള്ളത് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളുടെ കൂടെയുള്ള പലതും ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകില്ല. നമ്മളുടെ കൂടെയുള്ള പലതും നീങ്ങിപ്പോകില്ല. അതുകൊണ്ട് മിണ്ടാതെ ഇരുന്നിട്ട്, നമുക്കേറെ തിരക്കുണ്ട്, എന്നാലും കുറേ സമയം ഉണ്ടാവണം മിണ്ടാതെ ഇരിക്കാനായിട്ട്. കാരണം ജപമുള്ളിടത്ത് പാപമില്ല, മൗനമുള്ളിടത്ത് കലഹമില്ല. ജപമുള്ളിടത്ത് പാപമില്ല, മൗനമുള്ളിടത്ത് കലഹമില്ല എന്നാണ് പറയുന്നത്.
വാക്ക് പെരുകിയാൽ ലംഘനമുണ്ടാകും എന്നുള്ള കാര്യവും ഓർത്തിരിക്കണം. കൂടെ ഇരിക്കുക എന്നാൽ നമ്മളുടെ കൂടെയുള്ള പലരും ഉപേക്ഷിച്ചിട്ടിരിക്കുക എന്ന് തന്നെ. ഇനി രണ്ടാമത്തേത് കൂടെ ചിന്തിക്കുക എന്നുള്ള ആഹ്വാനമാണ്. തെരഞ്ഞെടുത്ത് തന്നോട് കൂടെ ആയിരിക്കാൻ നിയോഗിക്കപ്പെട്ട ശിഷ്യന്മാർ പിന്നെ തുടർച്ചയായിട്ട് യേശുവിൻ്റെ ഒപ്പമാണ്, വിട്ടുപോകാതെ. സുവിശേഷത്തിൻ്റെ 4, 5, 6 അധ്യായങ്ങളിൽ അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. തമ്പുരാൻ പഠിപ്പിക്കുമ്പോഴൊക്കെ അവർ കൂടെയുണ്ട്, അത്ഭുത പ്രവൃത്തി ചെയ്യുമ്പോൾ അവർ കൂടെയുണ്ട്. അവർ പ്രസംഗിക്കാനായിട്ട് അവരെ അയച്ചിട്ട് അവർ തിരിച്ചു വരുന്നതും യേശുവിൻ്റെ അടുത്തേക്ക് തന്നെയാണ്. ഈ 3 കാര്യങ്ങളും ഈ അധ്യായങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ സ്ഥിരമായിട്ടും തുടർച്ചയായിട്ടും കൂടെയിരിക്കുന്ന ശിഷ്യനോടാണ് യേശു തമ്പുരാൻ രണ്ടാമത് ആവശ്യപ്പെടുന്നത് കൂടെ ചിന്തിക്കാൻ. 8-ാമത്തെ അധ്യായം 31 മുതലുള്ള വാക്യങ്ങളിൽ ദൈവ നിശ്ചയപ്രകാരം ദൈവഹിതാനുസരണമുള്ള സഹനത്തെയും മരണത്തെയും കഷ്ടാനുഭവത്തെയും കുറിച്ച് യേശു തമ്പുരാൻ ശിഷ്യന്മാരോട് പറയുന്നു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്: അവൻ ഈ വാക്ക് തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞു നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു: സാത്താനെ, എന്നെ വിട്ടു പോക, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. ചിന്താരീതിയിലുള്ള ഒരു പരിവർത്തനമാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, നീ ഇപ്പോൾ ചിന്തിക്കുന്നത് പോലെ അല്ല ചിന്തിക്കേണ്ടത്, ഞാൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണം. അതാണ് തൻ്റെ കൂടെ ചിന്തിക്കുക എന്നുള്ള തലക്കെട്ടിൽ നമ്മൾ സംക്ഷിപ്തമായിട്ട് രേഖപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുക എന്നാണ് ശിഷ്യനോട് യേശു പറയുന്നത്. ഒരു ഗുരുകുലത്തിൽ 10 ശിഷ്യന്മാരുണ്ട്. 9 പേർക്കും പരാതി ഒരു ശിഷ്യനെ കുറിച്ച് ഗുരുവിനോട് പറയുന്നു: ഗുരുവേ, ഇവൻ ഞങ്ങളുടെ ഓരോരോ സാധനങ്ങൾ മോഷ്ടിക്കുന്നുണ്ട് എന്ന്. ഒരു 10 പേരെയും വിളിച്ചു നിർത്തിയിട്ട് കുറ്റം ആരോപിക്കപ്പെട്ട ശിഷ്യന്റെ അടുത്ത് ചോദിക്കുന്നു. അവൻ കുറ്റം സമ്മതിക്കുന്നു. മറ്റ് 9 പേരോട് ചോദിക്കുമ്പോൾ അവർ 9 പേരും പറയുന്നുണ്ട്: ഗുരുവേ, ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, മോഷണം തെറ്റാണ്, ഈ തെറ്റ് ഇവൻ ചെയ്തിട്ടുണ്ട്, ഇവൻ പുറത്താക്കണം, ശിക്ഷ അനുഭവിക്കണം. അങ്ങനെയാണല്ലോ ന്യായം. ഗുരു പറയുന്നു, ശരിയാണ്, മോഷണം തെറ്റാണ്, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. അതുകൊണ്ട് ന്യായമായ സംഗതിയാണ് നിങ്ങൾ പറയുന്നത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ 9 പേരും ഇത്രയും നാൾ എൻ്റെ കൂടെ താമസിക്കുകയും പഠിക്കുകയും ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് 9 പേർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് മോഷണം തെറ്റാണെന്നും അത് ചെയ്യരുതാത്ത കാര്യമാണെന്നും. അതുകൊണ്ട് നിങ്ങളുടെ അറിവും പഠനവും ഏകദേശം നന്നായിരിക്കുന്നു. നിങ്ങൾക്ക് 9 പേർക്കും വേണമെങ്കിൽ വീട്ടിൽ പോകാം. ഈ ഒരു കുഞ്ഞ് അത് പഠിക്കുന്നത് വരെ എൻ്റെ കൂടെ താമസിക്കട്ടെ എന്ന്. ഗുരു ദൈവമാകുന്നത് ഇങ്ങനെയുള്ള അസാധാരണമായ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോഴുണ്ടല്ലോ. മനുഷ്യർ എടുക്കുന്നതിന് അപ്പുറത്തുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്താണ് നമ്മളൊക്കെ ദൈവികരാകുന്നത്. ഇതൊരു വേറിട്ട കാഴ്ചപ്പാടാണ്. പൗരസ്ത്യ പാരമ്പര്യത്തിൽ പറയുന്ന വേറൊരു ശൈലിയുണ്ടല്ലോ, ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുക എന്ന്. ദൈവത്തിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാം നല്ലത് എന്ന് കാണുന്നതാണ്. എല്ലാം നല്ലത് എന്നാണ് കാണുന്ന കണ്ണാണ് ദൈവത്തിൻ്റെ കണ്ണ്. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ക്രൈസ്റ്റ് ഈസ് ദ ഹ്യൂമൻ ഫേസ് ഓഫ് ഗോഡ് എന്നാണല്ലോ പിതാക്കന്മാർ പറയുന്നത്. ക്രിസ്തു ദൈവത്തിൻ്റെ മാനുഷിക മുഖമാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തു എങ്ങനെയാണ് ഈ ഭൂമിയിൽ നടക്കുകയും ചലിക്കുകയും ചിന്തിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തത് എന്ന് നോക്കിയാൽ മാത്രം മതിയോ എങ്ങനെയാണ് ക്രിസ്തീയമായിട്ട് ജീവിക്കേണ്ടത് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവും. ഒരു കള്ളൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാവുന്ന ധാരണ ഈ ഭൂമിയിലുള്ള സ്വർണവും പണവും ഒക്കെ മോഷ്ടിക്കുന്ന ആളിൻ്റെ പേരാണ് കള്ളൻ എന്നാണ്. യേശു പറയുന്നു, മനസ്സ് വെച്ചാൽ പറുദീസ വരെ കവർന്നെടുക്കാൻ കഴിവുള്ളവൻ്റെ പേരാണ് കള്ളൻ. ഒരു വേശ്യ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാവുന്നത് ശരീരം വിൽക്കുന്നവളെന്നാണ്. യേശു പറയുന്നു, പാപമോചനം വാങ്ങിക്കുന്നവളുടെ പേരാണ് വേശ്യ എന്ന്. മർത്തമ്മയിലെ വലിയ തിരുമേനി പറയുന്നത് പോലെ യേശു തമ്പുരാൻ കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി, നമ്മളാണെങ്കിൽ സൗഖ്യമാക്കിയ ശേഷം മാത്രമേ തൊടത്തുള്ളൂ. ഇത്രമേൽ അന്തരമുണ്ട് ക്രിസ്തുവും ക്രിസ്ത്യാനിയും തമ്മിൽ. കടലും കടലാടിയും പോലെയുള്ള ഒരു ബന്ധമാണ് ഇന്ന് ക്രിസ്തുവും ക്രിസ്ത്യാനിയും തമ്മിലുള്ളത്.
ക്രിസ്തുവിലേക്ക് ഇനിയുമേറെ ദൂരം നമുക്ക് സഞ്ചരിക്കാനായിട്ടുണ്ട്. യെശയ്യാവിന്റെ പ്രവചനം 55-ാം അധ്യായം 9-ാമത്തെ വാക്യം ഇങ്ങനെയാണല്ലോ: ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ക്രിസ്തുവിലേക്ക് ഉയരേണ്ടിയിരിക്കുന്നു. ഒരു മരത്തിൽ 2 കിളികളിരിക്കുന്നു. കിളികൾ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് താഴെ ഒരു വേടൻ വരുന്നു അമ്പ് ചെയ്യാനായിട്ട്. പെൺകിളി താഴേക്ക് നോക്കുമ്പോൾ താഴെ അപകടമാണ്. ആൺകിളിയെ വിളിച്ച് കാണിക്കുന്നുണ്ട് താഴെ ഒരു വേടൻ അമ്പയ്യൻ വന്നിട്ടുണ്ട് എന്ന്. പെട്ടെന്ന് ആൺകിളി പറയുന്നു നമ്മൾക്ക് മുകളിലേക്ക് പറന്നു പോകാമെന്ന് പറഞ്ഞ് മുകളിലേക്ക് നോക്കുമ്പോൾ മുകളിൽ ഒരു പരുന്തിങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട് ഇവരെ പിടിക്കാനായിട്ട്. മുകളിലും അപകടം താഴെയും അപകടം എന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് ഇനി നമ്മൾക്ക് ഒരു ഗതിയില്ലല്ലോ, ഒരു വഴിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് 2 കിളികളെ കൂടി സങ്കടപ്പെട്ട് ഭാരപ്പെട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പാമ്പ് വേടൻ്റെ കാലിൽ ചുറ്റി, വേടൻ്റെ കാലിൽ കുത്തി, വേടൻ്റെ കയ്യിലിരുന്ന വെല്ലിൽ നിന്ന് അമ്പ് ലക്ഷ്യം തെറ്റി മുകളിൽ പറന്ന പരുന്തിൽ പോയി കൊള്ളുന്നു. ആചാര്യൻ ശ്ലോകം അവസാനിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വഴികൾ എത്ര വിചിത്രം എന്ന് പറഞ്ഞിട്ടാണ്. ഇനി നമുക്കൊരു ഗതിയില്ലല്ലോ, വഴിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ചിന്തിക്കുകയും നിരാശപ്പെടുകയും ചെയ്യുന്ന സമയത്താണ് ഈ വാക്യം ഓർക്കേണ്ടത്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരം നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നുവെന്ന്. ക്രിസ്തുവിലേക്ക് കുറെ കൂടി നമ്മൾ ഉയരേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ അന്തസ്സിനും കുലീനതയ്ക്കും മാഠ്യത്വത്തിനും ചേർന്ന വിധത്തിൽ സംസാരിക്കാനും പെരുമാറാനും നമ്മൾ ഇനിയും ഉയരേണ്ടിയിരിക്കുന്നു. സത്യം, നമ്മളുടെ ചിന്തകൾ പലപ്പോഴും ദൈവികമാകുന്നില്ല എന്ന് മാത്രമല്ല, മാനുഷികമാകുന്നില്ല എന്ന് മാത്രമല്ല, ചിലപ്പോഴൊക്കെ വൈശാചികമാകുന്നുണ്ട്, ആസുരമാവുന്നുണ്ട്, വന്യമാവുന്നുണ്ട്. സച്ചിദാനന്ദന്റെ കവിതയിൽ പറയുന്നത് പോലെ ഇപ്പം എല്ലാവർക്കും അത് കാണാപ്പാടമായി കാണും. 6-ാം ദിവസമാണ് ദൈവത്തിന് അബദ്ധം പറ്റിയതെന്ന്. വിനയമില്ലാതെ പ്രാർത്ഥിക്കുകയും പ്രണയമില്ലാതെ പ്രാപിക്കുകയും തിന്നാനല്ലാതെ കൊല്ലുകയും ചെയ്യുന്ന മൃഗത്തെ സൃഷ്ടിച്ച ദിവസം. പറഞ്ഞു വരുമ്പോൾ നീഷയ്ക്ക് ഭ്രാന്താണ്. പ്രായമായ സമയത്ത് അയാൾക്ക് ഭ്രാന്തായിപ്പോയി. പക്ഷെ ഭ്രാന്ത് പിടിക്കുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞ ചില സംഗതികളുണ്ട്. അതിലൊന്ന് നമ്മൾക്ക് എപ്പോഴും ഓർക്കാൻ പറ്റുന്നതാണ്. ലോകത്താകപ്പാടെ ഒരു ക്രിസ്ത്യാനിയെ ഉണ്ടായിട്ടുള്ളൂ, അയാളാകട്ടെ കുരിശിൽ മരിക്കുകയും ചെയ്തത്. തീർച്ചയായിട്ടും നമ്മളുടെ വിചാരങ്ങൾ കുറെ കൂടി ഉന്നതമാവേണ്ടിയിരിക്കുന്നു, കുറെ കൂടി ഉദാത്തമാവേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ നിന്ന് ഏറെ ദൂരത്താവുന്നുണ്ട് അവൻ്റെ സ്ഥാനപതികൾ ഒക്കെ. ഞാൻ തിരുവനന്തപുരത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആരംഭിച്ചതാണ് ഈ MC റോഡിൻ്റെ പണി. ഇതുവരെ ചെങ്ങന്നൂർ വരെ ആയിട്ടുള്ളൂ. എന്താണ് ഈ പണി നടക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ വളവെല്ലാം നിവർത്തിയാണ് പ്രധാനപ്പെട്ട പണി. ഒരുപാട് വളവുകൾ നേരെയാക്കിയിട്ടുണ്ട്. വളവ് നിവർത്താൽ എന്താണ് പ്രയോജനം? വളവ് നിവർത്താൽ നേരത്തെ 3 മണിക്കൂർ 3.5 മണിക്കൂർ വേണമായിരുന്നു ഇവിടുന്ന് അവിടം വരെ ബൈക്ക് ഓടിച്ചിട്ട് പോകാൻ. ഇപ്പോൾ 2-2.25 മണിക്കൂർ കൊണ്ട് അവിടെ ചെല്ലാം. വളവ് നിവർത്തിയാൽ ദൂരം കുറയും. യേശുദമ്പുരാൻ കൂനിയായ സ്ത്രീയെ നിവർത്തുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ഒരാൾ ഈശോയുടെ മുമ്പിൽ നിൽക്കുന്നു. ഇയാളെ പിടിച്ച് നേരെയാക്കുമ്പോൾ അയാൾക്ക് ക്രിസ്തുവിലേക്കുള്ള ദൂരം കുറയുന്നുണ്ട്. നമ്മളുടെ ഉള്ളിൽ എന്തെല്ലാം വളവുകളുണ്ട്, നമ്മളുടെ വിചാരങ്ങളിൽ എന്തെല്ലാം വക്രതകളുണ്ട്. ഇതൊക്കെ നേരെയാക്കിയാൽ ക്രിസ്തുവിലേക്കുള്ള ദൂരം കുറയും. നമ്മുടെ ഹൃദയത്തിൻ്റെ വളവുകളെ നേരെയാക്കിയാൽ ക്രിസ്തുവിലേക്കുള്ള ദൂരം പെട്ടെന്ന് കുറയാനായിട്ടുള്ള ഇടയുണ്ട്. എന്നാൽ ഒരുപാട് ഉള്ളിലിരിപ്പുകൾ ഉള്ളതുകൊണ്ട്, ഒരുപാട് വക്രതകൾ ഉള്ളിലുള്ളത് കൊണ്ട് പലപ്പോഴും നമ്മൾ പറയുന്ന പല സംഗതികളും അവിവേകമായി പോകുന്നുണ്ട്, വേണ്ട വിചാരമില്ലാതെയായി പോകുന്നുണ്ട്. അസത്യം പറയുന്നവരുടെ വായ അടയ്ക്കപ്പെടും എന്ന് നമ്മൾക്കറിയാം.
എങ്കിലും നമ്മൾ എത്രയധികം വ്യർത്ഥഭാഷണങ്ങളിലാണ് ഏർപ്പെടുന്നത്. അസത്യങ്ങൾ കൊണ്ടും അർദ്ധസത്യങ്ങൾ കൊണ്ടും നമ്മൾ നമ്മളുടെ ജീവിതത്തെ പൂരിപ്പിക്കുന്നുണ്ട്. വിവേചന ബുദ്ധിയില്ലാതെ സംസാരിക്കുമ്പോഴാണ് യേശു തമ്പുരാൻ ശീമോൻ പത്രോസിനെ സാത്താൻ എന്ന് വിളിക്കുന്നത്. സാത്താൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എനിക്ക് അറിയില്ല. എന്നാൽ സാത്താനെ നമ്മൾ പര്യായമായി ഉപയോഗിക്കുന്ന 1-2 വാക്കുണ്ട്, അതിന്റെ അർത്ഥം എനിക്കറിയാം. ആകൽക്രിസ് എന്ന് പറയുന്നുണ്ട്, പിശാച് എന്ന് പറയുന്നുണ്ട്. ആകൽക്രിസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന അർത്ഥമാണ് മാലിന്യങ്ങൾ ചവയ്ക്കുന്നവൻ, വേസ്റ്റ് ചവയ്ക്കുന്നവൻ, വെറുതെ ചവയ്ക്കുന്നവൻ, ചർവണം നടത്തുന്നവൻ, വ്യർത്ഥഭാഷണം നടത്തുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് അതിന്. പിശാച് എന്നുള്ള വാക്കിന്റെ അർത്ഥം പിശിതം വസ്നന്തി ഇതി പിശാച്. മോശപ്പെട്ട വാക്കല്ല, സംസ്കൃതമാണ്. പിശിതം തിന്നുന്നവനാരോ അവനാണ് പിശാച്. പിശിതം എന്നാൽ മാംസം, ഇറച്ചി. കൊഴുപ്പായില്ലേ? ഇറച്ചി കഴിക്കുന്നവനാണ് പിശാച് എന്നാണ് പറയുന്നത്. ഇങ്ങനെ കുഴപ്പമായ ഒരു ഘട്ടത്തിലാണ് മരുഭൂമിയിലെ പിതാക്കന്മാരുടെ ഒരു കഥ നമ്മളെ രക്ഷിക്കുന്നത്. മരുഭൂമിയിലെ പിതാക്കന്മാർ പറയുകയാണ്, ഈ നോമ്പ് ആരംഭിക്കുമ്പോൾ ചെറിയ ശിഷ്യന്മാർ, ചെറിയ സന്യാസിമാർ വലിയ സന്യാസിമാരുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, ഗുരുവേ, ഈ നോമ്പിൽ പിടിച്ചു നിൽക്കാൻ എനിക്കൊരു ഉപദേശം തരണം. അതിലാണ് അവർ നോമ്പ് പിടിക്കുന്നത്. അപ്പോൾ ഒരു ശിഷ്യൻ അബ്ബയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നു, അബ്ബ, ഈ നോമ്പിൽ പിടിച്ചു നിൽക്കാൻ എനിക്കൊരു ഉപദേശം തരണം. അപ്പോൾ അബ്ബ പറഞ്ഞു കൊടുക്കുന്നു, പ്രിയപ്പെട്ടവനെ, അപവാദം പറഞ്ഞ് സഹോദരന്റെ മാംസം ഭക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് നീ പോയി മാംസം കഴിച്ചോളാം പറഞ്ഞു. അപവാദം പറഞ്ഞ് സഹോദരന്റെ മാംസം ഭക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് നീ പോയി മാംസം കഴിച്ചോളാം പറഞ്ഞു. ഇപ്പൊ മറ്റേ 2 വാക്കിന്റെ അർത്ഥം എനിക്ക് പിടികിട്ടി. സഹോദരന്റെ കുറിച്ചുള്ള അപവാദം എന്ന് പറഞ്ഞാൽ അയാളുടെ വേസ്റ്റാണ്. അത് നമ്മളുടെ വായിലിട്ട് ചവച്ചാൽ ദൈവം നമ്മളെ ആകൽക്കർച്ച എന്ന് വിളിക്കാൻ സാധ്യതയുണ്ട്, സാത്താനെ എന്ന് വിളിക്കാൻ സാധ്യതയുണ്ട്. സഹോദരന്റെ വേസ്റ്റ് എന്ന് പറയുന്നത് അവന്റെ മാംസമാണ്. സഹോദരൻ വീൺവാക്കുകള്, അസത്യങ്ങള്, പരനിന്ദകള്, കുറ്റാരോപണങ്ങള്, ആത്മാർത്ഥതയില്ലാത്ത വിമർശനങ്ങള്, മുൻവിധികള് ഒക്കെ എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്, ഭാരപ്പെടുത്തുന്നുണ്ട്. ഇസബേലിന്റെ ഉപവാസം പോലെ എന്റെ ഉപവാസം ആക്കി തീർക്കരുതേ. സഹോദരന്റെ മരണം കാക്ഷിക്കുന്ന ഉപവാസം എന്നത്. വീണ്ടും മരുഭൂമിയിൽ നിന്ന് പിതാക്കന്മാർ പറയുന്നത് ശ്രദ്ധിക്കണം. നീ ബ്രഹ്മചാരിയാണെങ്കിൽ വ്യഭിചാരിയെ വിധിക്കരുത്. കാരണം വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞവൻ തന്നെ വിധിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞ നമ്മളുടെ കർത്താവ് തന്നെ വിധിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. സ്വഭാവത്തിൽ ദൃഢത സൂക്ഷിക്കണം. എത്രയധികം സൂക്ഷ്മമായിട്ട് ജീവിച്ചാലാണ് നമ്മൾക്ക് ക്രിസ്തീയമായിട്ട് ജീവിക്കാൻ പറ്റുക. നമ്മളുടെ വിചാരങ്ങളെ കുറെ കൂടി ഉയർത്തണം. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ നമ്മൾക്ക് ചിന്തിക്കാം. എന്നും നമ്മൾ തന്നെയല്ലേ ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് മസിഹാതമ്പനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണമെന്ന്. നമ്മളുടെ വിചാരങ്ങളും ബോധങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുന്നതിനെയാണ് ആരാധന എന്ന് പറയുന്നതെങ്കിൽ അത് കേവലം 2-3 മണിക്കൂർ നേരത്തെ ഒരു അഭ്യാസം മാത്രമല്ലല്ലോ. നമ്മളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും എല്ലായ്പ്പോഴും ക്രിസ്തുവിനോട് ചേർന്നുള്ളതാണെങ്കിൽ നമ്മളുടെ ജീവിതം തന്നെ ഒരു ആരാധനയായിട്ട് പരിണമിക്കുന്നു. അങ്ങനെയാണ് പൗലോസ് പറയുന്നത് ജീവിതം ആരാധനയാണ് എന്ന്. കേവലം കുറേ സമയങ്ങളിലെ കസർത്ത് മാത്രമല്ല, ജീവിതം തന്നെ ആരാധനയാവാനുള്ള വിളിയാണ് നമ്മൾക്കുള്ളത്. മറക്കരുത്, നമ്മളുടെ വിചാരങ്ങൾ ക്രിസ്തുവിനോട് ചേർന്ന് ഇരിക്കണം. ഈ ഭാഗവും അവസാനിപ്പിക്കുകയാണ്. റോമാലേഖനം
12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് അവസാനിപ്പിക്കാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. മനസ്സ് പുതുക്കുക എന്നാൽ വിചാരങ്ങളെ നവീകരിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ വിചാരങ്ങളെ കുറെ കൂടി ഉയർത്താം. കൂടെ ഇരിക്കുന്നതും കൂടെ ചിന്തിക്കുന്നതുമാണ് നമ്മൾ ധ്യാനിച്ചത്. ഇനി നമ്മൾക്ക് ഒരു 5 മിനിറ്റ് സമയം മിണ്ടാതെ ഇരിക്കാം. അതേ തുടർന്ന് അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് ദൈവത്തിൽ ശരണം. യേശു ദൈവപുത്രനാണ് എന്നുള്ള അറിവ് അനുഭവമാകാനുള്ള സാധ്യതകളിലൂടെയാണ് നമ്മളുടെ പ്രയാണം. കൂടെ ഇരിക്കുമ്പോൾ നമ്മളുടെ കൂടെയുള്ള പലതും ഉപേക്ഷിക്കണം. കൂടെ ചിന്തിക്കുമ്പോൾ നമ്മളുടെ വിചാരങ്ങളെ കൂടെ ഉയർത്തണം. ഇനി 3-ാമത്തെ ആഹ്വാനം കൂടെ ചിന്തിക്കുക എന്നുള്ളതാണ്. 8-ാം അധ്യായം 34-ാമത്തെ വാക്യം. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കൂടെ ആയിരിക്കുന്നവനോട്, കൂടെ ചിന്തിക്കുന്നവനോട് യേശുവിൻ്റെ അടുത്ത ആഹ്വാനമാണ് കുരിശെടുത്ത് അനുഗമിക്കുക. അനുഗമിക്കുക എന്നാൽ കൂടെ ആവുക എന്നർത്ഥം. ഇവിടെ കൂടെ മരിക്കാനൊന്നും പറയുന്നില്ലല്ലോ. ശരിക്കും നമ്മൾ എന്തിനൊക്കെയാണ് കുരിശെടുക്കാറുള്ളത്? നമ്മൾ പ്രദക്ഷിണം ഇറങ്ങുമ്പോൾ കുരിശെടുക്കാറുണ്ട്, വിലാപയാത്രയ്ക്ക് പോകുമ്പോൾ കുരിശെടുക്കാറുണ്ട്, മദ്രാച്ചന്മാരും അച്ഛന്മാരും ഒക്കെ മുത്തിക്കാൻ വേണ്ടിയിട്ട് കുരിശെടുക്കാറുണ്ട്. പക്ഷെ കുരിശെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കുരിശെടുക്കുന്നത് മരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കുരിശ് കൊലമരമാണ്. കുരിശെടുക്കുന്നത് മരിക്കാനാണ്. കുരിശെടുക്കുന്നവനും അവൻ്റെ മരണവും തമ്മിൽ അധികം മണിക്കൂറുകളുടെ വ്യത്യാസമില്ലല്ലോ. ശിഷ്യനാകാനുള്ള 3-ാമത്തെ പടി അവൻ്റെ കൂടെ മരിക്കുക എന്നുള്ളതാണ്. തന്നെ പരിത്യജിക്കുക എന്നുള്ളതാണ്. അവൻ്റെ മരണത്തിൽ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഫിലിപ്പി ലേഖനത്തിലാണല്ലോ അപ്പോസ്തലൻ പൗലോസ് യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് കവിത എഴുതിയിട്ടുള്ളത്. 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, കുരിശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിരുന്നു. ഈ സ്വയം വെറുമയാക്കലിൻ്റെ പാഠമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. ഒരു ദിവസം രാവിലെ ഉറക്കമാണെന്നപ്പോൾ രാജാവിന് സംശയം, എന്താണ് ദൈവത്തിൻ്റെ പണിയെന്ന്. രാജാവ് നോക്കുമ്പോൾ അവിടെയുള്ള എല്ലാ സംഗതികൾക്കും പൈസ കൊടുക്കുന്നത്, ശമ്പളം കൊടുക്കുന്നത് ഞാനാണ് ഈ രാജ്യത്തിലുള്ള. എന്താണ് ദൈവത്തിൻ്റെ പണി? രാജാക്കന്മാർക്ക് സംശയമുണ്ടായാൽ പിന്നെ വിളംബരമുണ്ടാവും. വിളംബരമുണ്ടായി രാജ്യത്തുള്ള എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചു വരുത്തുകയും അവർ നല്ല ഉത്തരം പറഞ്ഞാൽ സമ്മാനം കൊടുക്കുകയും ചെയ്യുന്നു. രാജ്യത്തുള്ള എല്ലാ പണ്ഡിതന്മാരും വന്ന് ഉത്തരം പറഞ്ഞിട്ടും രാജാവിന് ബോധ്യപ്പെടുന്നില്ല എന്താണ് ദൈവത്തിൻ്റെ പണിയെന്ന്. അവസാനം ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഒരു ചെറിയ ബാലൻ വന്നിട്ട് രാജാവിനോട് പറയുന്നു, രാജാവെ, ഞാൻ ഉത്തരം പറയാം. ഉത്തരം കേൾക്കാനുള്ള ഉത്കടമായ അഭിവാജ്യം കൊണ്ട് രാജാവ് എന്താണ് ചെയ്യുന്നത്? വന്നത് ചെറിയ ബാലനാണോ വലിയ ആളാണോ എന്നൊന്നും നോക്കിയില്ല, ആരുടെ വായിൽ നിന്നെങ്കിലും ഉത്തരം കിട്ടിയാൽ മതി എന്നുള്ള വ്യഗ്രത കൊണ്ട് അയാൾ പറയുന്നു, നിനക്ക് എന്തും സാധിച്ചു തരാം. അപ്പോൾ അവൻ പറയുന്നു, രാജാവേ, ഉത്തരം ഞാൻ പറയാം, അതിനു മുമ്പ് എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. നിന്റെ എന്താഗ്രഹവും ഞാൻ സാധിച്ചു തരാമെന്ന് അയാൾ പറയുന്നു. അവൻ പറയുന്നു, എനിക്ക് 1 മിനിറ്റ് സമയത്തേക്ക് അങ്ങയുടെ സിംഹാസനത്തിൽ വന്ന് ഇരിക്കണം. രാജാവ് ഒരു പ്ലാസ്റ്റിക് കസേരയൊക്കെ ഇട്ടിട്ട് അപ്പുറത്തേക്ക് മാറിയിരിക്കുന്നു. ഇവനെ പിടിച്ച് സിംഹാസനത്തിലിരുത്തുന്നു.
സിംഹാസനത്തിൽ കയറിയിരിക്കുകയും 2 കൈയിൽ നിവർത്തി പിടിക്കുകയും ചെയ്തിട്ട് ഈ ചെറിയ ബാലൻ പറയുന്നു, ഇത്രയേ ഉള്ളൂ ദൈവത്തിൻ്റെ പണി. അഹങ്കാരികളെ പിടിച്ച് താഴെ ഇറക്കുകയും താഴെയുള്ളവരെ മുകളിലേക്ക് കയറ്റുകയും ചെയ്യുക. ഇതാണ് ദൈവത്തിൻ്റെ പണി. എല്ലാത്തരം മഹത്വങ്ങളോടും കലഹിക്കലാണ്, എല്ലാത്തരം അഹങ്കാരങ്ങളെയും ഇല്ലാതാക്കലാണ് ദൈവത്തിൻ്റെ പണി. ബുദ്ധ പാരമ്പര്യത്തിൽ പറയുന്ന ഒരു സൂത്രമുണ്ടല്ലോ, അഹന്തയുടെ മരണവേളയാണ് പ്രയാണം. അഹന്തയുടെ മരണവേളയാണ് പ്രയാണം. നമ്മൾക്ക് വേറൊരാളിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമ്മുടെ അഹങ്കാരം മരിക്കാതെ എങ്ങനെയാണ് നമ്മളുടെ അയൽപ്പക്കക്കാരനിലേക്ക്, നമ്മളുടെ സഹപ്രവർത്തകനിലേക്ക് നമ്മൾക്കൊരു യാത്ര സാധ്യമാകുന്നത്? പിന്നെയല്ലേ ദൈവത്തിലേക്ക്. നമ്മുടെ അഹന്ത മരിക്കാതെ നമുക്ക് ആരിലേക്കും യാത്ര ചെയ്യാൻ ആവില്ല. ഗുരുകുലത്തിൽ ശിഷ്യനും ഗുരുവും മാത്രം താമസിക്കുന്നു. രാവിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ശിഷ്യൻ പാല് വാങ്ങിക്കാൻ പോകുന്ന പതിവുണ്ട്. ശിഷ്യൻ പാല് വാങ്ങിക്കാൻ അക്കരയ്ക്കാണ് പോകേണ്ടത്. പുഴയുടെ അക്കരയ്ക്ക് പോകുന്നത് ചങ്ങാടത്തിലാണ്. പതിവ് പാല് വാങ്ങിക്കാൻ പോകുന്നു. പോയ വഴിക്ക് ചങ്ങാടം എടുക്കാൻ മറന്നുപോയിട്ട് വെള്ളത്തിന് മീതെ കൂടെ നടന്നു പോകുന്നു. ഗുരു പുറകിൽ നിന്ന് നോക്കുമ്പോൾ ഇവൻ വെള്ളത്തിന് മീതെ കൂടെ നടക്കുന്നു. ഞാൻ ഇതുവരെ ഇവനെ വെള്ളത്തിന് മേളിൽ കൂടെ നടക്കാനുള്ള മന്ത്രമൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഇവനിനി ഇത് എവിടെ നിന്ന് പഠിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഇയാൾ ഓടി പിന്നോക്കം വന്നിട്ട് ഒരു മരത്തിൻ്റെ പുറകിലിരുന്ന് കാത് കൂർപ്പിക്കുന്നു. ഇവൻ എന്ത് മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്? ഇവൻ എന്തോ മന്ത്രിക്കുന്നുണ്ട്. ഇവൻ മന്ത്രിച്ചു കൊണ്ടിരുന്നത് ഗുരുവിൻ്റെ നാമമാണ്. ഗുരുവിൻ്റെ പേര് ഉച്ചരിച്ച് നടന്ന ഇവൻ സ്ഥലകാല ബോധമില്ലാതെ വെള്ളത്തിൻ്റെ മീതെ കൂടെ നടന്നു പോയതാണ്. അചഞ്ചലമായ ഗുരുഭക്തി ഒരാളെ കൊണ്ട് അസാമാന്യമായ കാര്യങ്ങളെ ചെയ്യിക്കുമെന്നാണല്ലോ. യഹോശാഫാത്ത് രാജാവ് നിസ്സഹായനായിട്ട് നിൽക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ടല്ലോ, ഇസ്രായേലിൽ പ്രവാചകന്മാരില്ലേ എന്ന്. അപ്പോൾ അവൻ്റെ ഭൃത്യന്മാരിൽ ഒരാൾ പറയുന്നു, ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ഒരുത്തൻ ഇവിടെ ഉണ്ട് എന്ന്. അപ്പോൾ രാജാവ് പറയുന്നുണ്ടല്ലോ, അവൻ്റെ വായിൽ യഹോവയുടെ അരുളപ്പാടുണ്ട് എന്ന്. ഗുരുപരിചരണം, ഗുരുഭക്തി ഒരാളെ കൊണ്ട് അസാമാന്യമായ കാര്യങ്ങൾ ചെയ്യിക്കുമെന്നുണ്ട്. നമ്മളുടെ കഥ അവസാനിക്കുന്നില്ല. ശിഷ്യൻ അക്കരയ്ക്ക് പോയി കഴിയുമ്പോൾ ഗുരു വെള്ളത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് വലത്തെ കാലെടുത്ത് വെള്ളത്തിലേക്ക് വെക്കുന്നു. എൻ്റെ പേരിന് ഇത്രയും ശക്തിയുണ്ടല്ലോ, ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഗുരു തൻ്റെ പേര് ഉച്ചരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അയാൾ പറയുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് അയാൾ വലത്തെ കാലെടുത്ത് വെള്ളത്തിൽ വെക്കുന്നു. ഞാൻ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇടത്തെ കാലം വെള്ളത്തിലേക്ക് വെക്കുന്നു. പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾക്കറിയാം. ഞാൻ എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലൊന്നല്ല കരയിൽ കൂടി നടന്നാലും നമ്മൾ വീഴും, നിലം പതിക്കും. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ എന്ന് ഗുരുദേവനാണ് പാടിയിട്ടുള്ളത്. ആ ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയാലേ ജ്ഞാനം വരുമെന്ന്. ഞാൻ പോയാലേ ജ്ഞാനം വരുമെന്ന് പറയുന്നുണ്ട്. എനിക്കുള്ള ഒരു സ്വകാര്യ സങ്കടം ഇത്രയേ ഉള്ളൂ. ഞാൻ വളരുന്നുണ്ട്, ഞാൻ വളരും തോറും എന്നിൽ ക്രിസ്തു കുറഞ്ഞു പോകുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഞാൻ വളരും തോറും എന്നിൽ ക്രിസ്തു കുറഞ്ഞു പോകുന്നുണ്ട്. അവനോ വളരണം, ഞാനോ കുറയണമെന്ന് ഓർക്കാൻ പോലും എൻ്റെ തിരക്ക് എന്നെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. സ്വയം ത്യജിക്കാൻ നമ്മൾക്ക് പറ്റുന്നില്ല. നമ്മളുടെ പ്രിയങ്ങളും അപ്രിയങ്ങളും എല്ലാം നമ്മളുടെ കൂടെയുണ്ട്. വീണ്ടും ഞാൻ ബുദ്ധന്മാരെ പിടിക്കുകയാണ്. അവർ പറയുന്നുണ്ട്, ജീവിതത്തിൽ ഒന്നിനോടും പ്രിയം വയ്ക്കരുത്, ഒന്നിനോടും അപ്രിയം വയ്ക്കരുത്. കാരണം നമ്മൾ പ്രിയം വെച്ച സംഗതികൾ നമ്മൾക്ക് നഷ്ടപ്പെടുമ്പോൾ നമ്മൾക്ക് ദുഃഖമുണ്ടാകും. അപ്രിയമുള്ള സംഗതികൾ കടന്നു വരുമ്പോഴും നമ്മൾക്ക് ദുഃഖമുണ്ടാകും. അതുകൊണ്ട് ഒന്നിനോടും പ്രിയം വയ്ക്കരുത്, ഒന്നിനോടും അപ്രിയം വയ്ക്കരുത് എന്ന് പറയുന്നുണ്ട്. ഒരു ലാവണ്യദൂരം എല്ലാത്തിനോടും സൂക്ഷിക്കാൻ നമ്മൾക്ക് ആവണം. എസ്തെറ്റിക്സിൽ പറയുന്നുണ്ടല്ലോ, സൗന്ദര്യശാസ്ത്രത്തിൽ പറയുന്നുണ്ടല്ലോ ലാവണ്യദൂരത്തെക്കുറിച്ച്. ഇപ്പോൾ ഒരു ക്യാമറ അവിടെ വെച്ചിട്ടുണ്ട്, നിശ്ചിതമായ അകലത്തിലാണ് അത് വെച്ചിരിക്കുന്നത്. ഫോട്ടോഗ്രാഫർമാരിങ്ങനെ പുറകോട്ട് പോയിട്ട് ഫോട്ടോ എടുക്കാറുണ്ട്. കൃത്യമായി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ നിന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. ഇതാണ് ലാവണ്യദൂരം. ഒരു പൂവ് എടുത്തിട്ട് ഒരുപാട് അടുപ്പിച്ച് പിടിച്ചാൽ അതിൻ്റെ വർണ്ണങ്ങൾ ചിതറിപ്പോകും കണ്ണിൽ. ഒരുപാട് അകത്തി പിടിച്ചാലും നമ്മൾക്ക് പൂവിൻ്റെ യഥാർത്ഥമായ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നിശ്ചിതമായ ഒരു അകലത്തിൽ പിടിക്കണമെന്നാണ്. അത് ജീവിതത്തിൽ എല്ലാത്തിനോടും വേണം.
എല്ലാ ബന്ധങ്ങളോടും വേണം, അധികാരത്തോട് വേണം, പണത്തോട് വേണം. നാരായണ പണിക്കർ ചേട്ടന് ഇത് അറിയാവുന്നത് കൊണ്ടാവും അദ്ദേഹം എപ്പോഴും സമദൂരം സമദൂരം എന്ന് പറയുന്നത്, ഡൽഹിക്കൊന്നും പോവാത്തത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ലാവണ്യ ദൂരം സൂക്ഷിക്കാൻ നമ്മൾക്ക് പറ്റണം. എല്ലാത്തിനോടും നമ്മളുടെ മമതകളും നമ്മളുടെ അനിഷ്ടങ്ങളും ഇഷ്ടങ്ങളും എല്ലാം കൂടിയാണ് നമ്മളെ വല്ലാതെ അഹങ്കാരികളാക്കുന്നത്. എൻ്റേത് എൻ്റേത് എന്ന് പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് നമ്മളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ചേർന്നിട്ടാണ്. തമ്പുരാൻ എല്ലാത്തരം അഹങ്കാരങ്ങളോട് കലഹിക്കുന്നുണ്ടല്ലോ. പാരമ്പര്യത്തിന്റെ അഹന്തയുമായിട്ട് നിൽക്കുന്ന യഹൂദന്മാരോട് പറയുന്നുണ്ട്, വേണമെങ്കിൽ അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉണ്ടാക്കാൻ എനിക്ക് കഴിയുമെന്ന്. കായിക ശക്തിയുടെ അഹന്തയുമായി നിൽക്കുന്ന ശീമോൻ പത്രോസിനോട് പറയുന്നുണ്ട്, നിനക്ക് ഒരു പ്രായം വരും, അന്ന് നിന്റെ മക്കൾ നിനക്ക് ഇഷ്ടമില്ലാത്ത വൃദ്ധസദനത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുന്ന ഒരു സമയം നിനക്കുണ്ടാവും. കാപട്യത്തിന്റെ അഹന്തയുമായി നിൽക്കുന്ന പരീശന്മാരോട് വെള്ള തേച്ച ശവക്കല്ലറകളെ എന്നൊറ്റ വിളി കൊണ്ടാണ് പ്രതിരോധിക്കുന്നത്. പാണ്ഡിത്യത്തിന്റെ അഹന്തയുമായി നിൽക്കുന്ന ആളുകളോട് പറയുന്നത് ഒരു പ്രാർത്ഥനയാണ്, ദൈവമേ, വിവേകികൾക്കും ജ്ഞാനികൾക്കും മറച്ചു വെച്ചിട്ട് നീ നിന്നെ തന്നെ ഈ ശിശുക്കൾക്കും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്കും വെളിപ്പെടുത്തിയത് കൊണ്ട് നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആത്മീയതയുടെ അഹന്തയുമായി നിൽക്കുന്ന ആളുകളോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്തു ഭൂതങ്ങളെ പുറത്താക്കി എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന്. ഇങ്ങനെ എല്ലാത്തരം അഹങ്കാരങ്ങളോടും തമ്പുരാൻ കലഹിക്കുന്നുണ്ട്. നമ്മളുടെ അഹങ്കാരങ്ങൾ അവസാനിക്കണം. രാവണന് 10 തലയുണ്ട് എന്ന് നമ്മൾക്കറിയാം. ഒരു തലയുള്ള എനിക്കെന്തൊരു തലക്കനമാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ 10 തലയുള്ള ആളുടെ അഹങ്കാരം പറയണം. ഒരാളുടെ അഹന്തയുടെ മൂർധന്യത്തെ സൂചിപ്പിക്കാനാണ് അയാളുടെ 10 തല വരച്ചു വെച്ചിരിക്കുന്നത് പുരാവൃത്തത്തിൽ. ഈ അഹങ്കാരം കാരണം നമുക്കൊന്നും നമസ്കരിക്കാൻ പോലും പറ്റുന്നില്ല. നമസ്കാരങ്ങൾ കുറയുന്നത് കൊണ്ടാണോ അഹങ്കാരികൾ വർദ്ധിക്കുന്നത്, അതോ അഹങ്കാരം കൂടുന്നത് കൊണ്ടാണോ നമസ്കാരം കുറയുന്നത് എന്ന് എനിക്കറിയില്ല. കാലുവേദനയല്ല നമ്മൾക്ക് കുമ്പിടാനുള്ള പ്രധാനപ്പെട്ട പ്രയാസം. നമ്മൾക്ക് ഭയങ്കര തലക്കനമുണ്ട് പല കാര്യങ്ങളിലും. പരസ്പരം നമസ്കരിക്കാൻ, പരസ്പരം അംഗീകരിക്കാൻ നമ്മൾക്ക് പറ്റുന്നില്ലല്ലോ. ദൈവത്തെ നമസ്കരിക്കാൻ പഠിക്കാതെ എങ്ങനെയാണ് മനുഷ്യരെ നമസ്കരിക്കുക? ഭാരതം അതിലെ പുരുഷനോട് അഭിവാദ്യം ചെയ്യുന്നത് നമസ്തേ പറഞ്ഞിട്ടാണല്ലോ. നമോ അസ്തിത്വമേ എന്ന് പറഞ്ഞിട്ടാണല്ലോ. നിന്റെ ഉണ്മയെ ഞാൻ നമസ്കരിക്കുന്നു, നിന്നിലുള്ള ഈശ്വര അംശത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിവാദ്യം ചെയ്യുന്നത്. നമ്മൾക്കത് നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. അപരനെ അംഗീകരിക്കാതെ സഹോദരനെ അംഗീകരിക്കാൻ നമ്മൾക്ക് പറ്റാത്തതിൻ്റെ കാരണം ദൈവത്തെ പോലും നമ്മൾ യഥാവിധി നമസ്കരിക്കുന്നില്ല. നമ്മളുടെ ശിരസ് ഈ മണ്ണിൽ യഥാവിധി മുട്ടുന്നില്ല. യാക്കോബിന്റെ തല മണ്ണിൽ മുട്ടിയതിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. അയാൾ അപ്പനെ വഞ്ചിച്ചിട്ട് സഹോദരനെ പേടിച്ചിട്ട് നിസ്സഹായനായിട്ട് ഓടിപ്പോരുന്ന സമയത്ത് ബഥേലില് അയാൾ വന്നിട്ട് കല്ല് തലയണയാക്കിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. അയാളുടെ ശിരസ് മണ്ണിൽ മുട്ടിയപ്പോൾ ദൈവം അയാൾക്ക് സ്വപ്നങ്ങൾ കൊടുക്കുന്നുണ്ട്. അത്രമേൽ നിസ്സഹായനായിരുന്ന മനുഷ്യന് ദൈവം സ്വപ്നം കൊടുക്കുന്നത് അയാളുടെ തല മണ്ണിൽ മുട്ടിയപ്പോഴാണ്. അതുകൊണ്ടാണ് പിന്നീട് ഒരു സമയത്ത് അയാൾക്ക് വീണ്ടും നിൽക്കക്കളിയില്ലാതെ വന്ന സമയത്ത് ശേഖേമിൽ താമസിക്കുമ്പോൾ അയാളുടെ മകളെ മാനഭംഗപ്പെടുത്തിയ പ്രഭുകുമാരനെ, അവൻ്റെ കൂട്ടാളികളെ വധിക്കാനായിട്ട് ശിമയോനും ലേവിയും കൂടി ചേർന്നിട്ട് വലിയ യുദ്ധമൊക്കെ നടത്തുന്നുണ്ട്. ആ നാട്ടിൽ നിൽക്കാനാവാതെ വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ യാക്കോബ് നടത്തുന്ന ഒരു പ്രഖ്യാപനമുണ്ട്, നമുക്ക് ബഥേലിലേക്ക് മടങ്ങിപ്പോവാം. ദൈവമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ എന്തിനെങ്കിലും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണല്ലോ അന്യദൈവം എന്ന് പറയുന്നത്. ഇനി വസ്ത്രം നീക്കി നമ്മളെങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത്? വസ്ത്രം മാറുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ പൗരസ്ത്യ പാരമ്പര്യത്തിൽ വളരെ വിപുലമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണല്ലോ.
മലിന വസ്ത്രം മാറിയിട്ട് എങ്ങനെയാണ് വിശുദ്ധ വസ്ത്രം ധരിക്കുന്നത്? എന്തെല്ലാം വേഷം കെട്ട് നമുക്കുണ്ടല്ലേ? ഏതൻ തോട്ടം മുതൽ നമ്മൾ വേഷം കെട്ടാൻ തുടങ്ങിയതാണ്. ഒളിപ്പിക്കാൻ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ വേഷം കെട്ടി തുടങ്ങുന്നത്. നമ്മളുടെ നടപ്പിലും വാക്കിലും നോക്കിലും ഒക്കെ നമ്മൾ വേഷം കെട്ടി തുടങ്ങും, അഭിനയിക്കാൻ തുടങ്ങുന്നുണ്ട്. കഥയാണെങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, സത്യവും കള്ളവും കൂടി കുളിക്കാൻ പോയത്. സത്യവും കള്ളവും കൂടി കുളിക്കാൻ പോയി രണ്ടുപേരും കുളിക്കടവിൽ പോയി വസ്ത്രമൊക്കെ ഊരി വെച്ചിട്ട് വെള്ളത്തിലിറങ്ങുന്നുണ്ടല്ലോ. കുറെ നേരം കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ കള്ളം ഏതാണ്ട് സത്യത്തോട് പറയുന്നുണ്ട്. കള്ളം എന്തായാലും എന്തെങ്കിലും കള്ളമായിരിക്കും പറഞ്ഞത്. കള്ളം ഏതാണ്ട് കള്ളം പറഞ്ഞിട്ട് കരയ്ക്ക് കയറുന്നുണ്ട്. കരയ്ക്ക് കയറി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ 2 കുപ്പായം അവിടെ കിടപ്പുണ്ട്. കറുത്ത കുപ്പായവും കള്ളത്തിൻ്റെ നാടായ നാട് മുഴുവൻ കള്ളം പറയുന്നതെന്ന് അടികെട്ടി കയറി പറഞ്ഞ ഒരു കുപ്പായം. തൊട്ടപ്പുറത്ത് നല്ല വെള്ളക്കുപ്പായം, സ്വർണ്ണത്തുന്നലൊക്കെയുള്ള വെള്ളക്കുപ്പായം. കള്ളം നോക്കിയപ്പോൾ തനിക്കെന്നെ കറുത്ത കുപ്പായം ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല, അത്രയ്ക്കത് മുഷിഞ്ഞിട്ടുണ്ട്, കീറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് കള്ളം സത്യത്തിൻ്റെ വെള്ളക്കുപ്പായം ഇട്ടുകൊണ്ട് പോയി. പാവം സത്യം കുറേ നേരം കൂടി വെള്ളത്തിൽ നിന്ന് നോക്കിയിട്ടെങ്കിലും രക്ഷയില്ല, ഇവൻ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ കരയ്ക്ക് കയറുന്നു. കരയ്ക്ക് കയറി കഴിയുമ്പോഴാണ് തൻ്റെ കുപ്പായം അവിടെയില്ല, അവിടെ അവശേഷിക്കുന്നത് കള്ളത്തിൻ്റെ കുപ്പായമാണ്. സത്യത്തിന് ഒരിക്കലും കള്ളത്തിൻ്റെ കുപ്പായം ഇടാൻ പറ്റാത്തത് കൊണ്ട് സത്യം അന്ന് മുതൽ ഉടുപ്പില്ലാതെ നടക്കുന്നത്. അതുകൊണ്ടാണ് നേക്കഡ് ട്രൂത്ത് എന്നൊരു ചൊല്ലുണ്ടായത്. സത്യം നഗ്നമാണ്. ഈ ചൊല്ലിൻ്റെ പിന്നിലുള്ള കഥ ഇതാണ്. സത്യം കുരിശിലായാലും നഗ്നമാണ്. സൂര്യൻ തൻ്റെ സൃഷ്ടാവിൻ്റെ നഗ്നതയെ കാണാതെ വണ്ണം അതിൻ്റെ കിരണങ്ങളെ മറയ്ക്കുന്നുണ്ട്. കുരിശിൻ്റെ വഴി തല പോകുന്ന വഴിയാണ്, അഹങ്കാരങ്ങൾ അവസാനിപ്പിക്കുന്ന വഴിയാണ്. കൂടെ മരിക്കുക എന്നാൽ തന്നെ ത്യജിക്കുക എന്നാണ്. തൻ്റെ അഹങ്കാരങ്ങളെ ഉപേക്ഷിക്കുക എന്നാണ്. തൻ്റെ തലക്കനങ്ങളെ മാറ്റിവെക്കുക എന്നാണ്. തലക്കനങ്ങളെ മാറ്റിവെക്കണമെങ്കിൽ നമസ്കരിക്കാൻ ബഥേലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വസ്ത്രം മാറി നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. ഇതാണ് ഇത്രയും നേരവും പറഞ്ഞു വന്നത്. കുരിശിൻ്റെ വഴി തല പോണ വഴിയാണ്. അവിടെ അധികം ആടയാഭരണങ്ങളൊന്നും ആവശ്യമില്ല എന്ന് യോഹന്നാൻ സ്നാപകൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. യോഹന്നാൻ സ്നാപകന്റെ അപ്പൻ അച്ഛനായിരുന്നെന്ന് നമ്മൾക്കറിയാം. അച്ഛൻ്റെ മകനേക്കാളും അച്ഛൻ്റെ മകന് സ്വീകാര്യത കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു അന്നത്തെ കാലത്തും. അപ്പൻ അച്ഛനാണെങ്കിൽ എന്താ പ്രയോജനമുള്ളതെന്ന് അറിയാമോ? അത് അപ്പൻ്റെ അതേ പൊക്കമാണ് മകനും കൊണ്ടുവന്നെങ്കിൽ രക്ഷപ്പെട്ടു. നമ്മൾക്ക് അധികം കാപ്പ തയ്പ്പിക്കുന്നവരില്ലല്ലോ. പള്ളിയിൽ മാറി ഇട്ടാൽ മതിയല്ലോ. യോഹന്നാൻ സ്നാപകന്റെ അപ്പൻ അച്ഛനാണ്, വലിയ അച്ഛനാണ്. കോർപ്പിസ്കോപ്പായോ എപ്പിസ്കോപ്പായോ മറ്റാണ്. അദ്ദേഹത്തിന് നല്ല വലിയ കുപ്പായങ്ങൾ കാണും. പക്ഷെ യോഹന്നാൻ എഴുതുന്നത് എന്താണെന്ന് നമ്മൾക്ക് അറിയാം. ഇനി അപ്പൻ തിരുമേനിയാണെങ്കിൽ എന്താ പ്രയോജനം? യോഹന്നാൻ സ്നാപകന്റെ അപ്പൻ മഹാപുരോഹിതനാണ്. തിരുമേനിമാരുടെ കൂടെ താമസിച്ചാൽ എന്താ പ്രയോജനമുള്ളത്? തിരുമേനിമാർ അധികം ദേഷ്യപ്പെടുന്നവരല്ലെന്നുണ്ടെങ്കിൽ എന്തായാലും അരമനയിൽ നട്ട്സും ഡേറ്റ്സും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അധികം ദേഷ്യപ്പെടുന്നവരല്ലെങ്കിൽ വിശ്വാസികൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാൻ സാധ്യതയുണ്ട്. എന്തായാലും സക്കറിയ പുരോഹിതന്റെ അലമാരിയിലും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇയാളുടെ ഭക്ഷണ രീതി വ്യത്യസ്തമാണ്. യോഹന്നാന്റെ ഇയാളുടെ ഭക്ഷണ രീതി വ്യത്യസ്തമാണ്, ഭാഷണ രീതി വ്യത്യസ്തമാണ്, വീക്ഷണ രീതി വ്യത്യസ്തമാണ്. കാരണം ഇയാൾ സത്യമാണ് സംസാരിക്കുന്നത്. നമുക്കൊരു തെറ്റിദ്ധാരണയുള്ളത് ഇയാൾ തിരുത്തുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് നമ്മൾക്ക് വില തരുന്നത് എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രാൻഡുകളിൽ കൂടുതൽ അഭിരമിക്കുന്നത്. പുതിയ ഇട്ട് നമ്മളുടെ വായും വയറും കൂട്ടാതെ നടക്കുന്നത്. കാരണം നമ്മളുടെ വിചാരം നമ്മളെക്കാട്ടിൽ വിലയുള്ളത് ആ സാധനങ്ങൾക്കാണെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഒരു കൂട്ടുമില്ല. പക്ഷേ വീട്ടിൽ പല സാധനങ്ങൾക്കും യന്ത്രങ്ങൾക്കൊക്കെ ഭയങ്കരമായ കൂട്ടുകളുണ്ട്. മറന്നു പോകരുത്, നമ്മൾ ആ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടല്ല നമ്മൾക്ക് വിലയുള്ളത്, നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടാകണം സാധനങ്ങൾക്ക് വിലയുണ്ടാവേണ്ടത്.
പരിമല തിരുമേനി ഉപയോഗിച്ചത് കൊണ്ട് ആ കട്ടിൽ അവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഗാന്ധിജി ഉപയോഗിച്ചത് കൊണ്ട് ആ പൊട്ടക്കണ്ണാടി ഇപ്പോഴും ബോംബെയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ ധാരണകൾ ഒന്ന് പൊളിച്ചെഴുതണം. സത്യം പറയാൻ അധികം ആടയാഭരണങ്ങൾ ആവശ്യമില്ല. നമ്മളുടെ തലക്കനം മാറ്റി വയ്ക്കണം, കുമ്പിടണം, നമ്മളെ തന്നെ ത്യജിക്കണം. ഒരു ഗുരു, അയാൾക്ക് ഭയങ്കരമായ അഹങ്കാരം, അയാൾക്ക് ഭയങ്കര അറിവാണെന്നൊരു ഭയങ്കര അഹന്തയുണ്ട്. ആ അഹന്തയുടെ മൂർധന്യത്തിൽ അയാൾ എവിടെ പ്രസംഗിക്കാൻ പോയാലും പ്രസംഗം കഴിഞ്ഞ ആളുകളോട് ചോദിക്കും, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചോളാൻ. സാധാരണ ഒരുമാതിരി വിവരമുള്ള പ്രഭാഷകന്മാരാരും ഇങ്ങനൊരു അബദ്ധത്തിന് മുതിരത്തില്ല. ഇയാൾക്ക് അത്രയും പോലും വിവരമില്ലാത്തതുകൊണ്ട് ഇയാൾ പറയുന്നു, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചോളാൻ. താഴെ ഇരുന്നവരിൽ എല്ലാവരും ഏകദേശം ഇയാളെക്കാട്ടിൽ നല്ല ബോധവുമുള്ള ആളുകളായിരുന്നത് കൊണ്ട് അവരാരും ഇയാളെ ബുദ്ധിമുട്ടിച്ചില്ല. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഈ ലോകത്തിൽ സത്യം പറയുന്ന ചിലരൊക്കെ ഉണ്ട്. ആകെ 3 കൂട്ടരെ ഈ ലോകത്തിൽ സത്യം പറയുള്ളൂ. കൊച്ചു പിള്ളേർ പറയും, മരിക്കാൻ പോകുന്ന ആൾ പറയും, ഭ്രാന്തൻ പറയും. കൊച്ചു പിള്ളേർ പറയും, മരിക്കാൻ പോകുന്ന ആൾ പറയും, ഭ്രാന്തൻ പറയും. 3 പേരും സത്യം പറയത്തുള്ളൂ. അവിടെ മരിക്കാൻ പോകുന്നവരും ഇല്ലായിരുന്നു, ഭ്രാന്തന്മാരും ആരും ഇല്ലായിരുന്നു. പക്ഷെ കൊച്ചു പിള്ളേരുണ്ടായിരുന്നു. ഒരു കൊച്ചു കുഞ്ഞ് ചാടി എണീറ്റിട്ട് ഇയാളോട് ചോദിക്കുന്നു, ആകാശത്ത് എത്ര നക്ഷത്രമുണ്ടെന്ന്. എന്നാ വേണേലും ചോദിച്ചോളാൻ പറഞ്ഞതുകൊണ്ട് നക്ഷത്രം എണ്ണി പോവുകയുള്ളൂ. ഇയാൾക്ക് ദേഷ്യം വന്നു. ഇയാൾ പറയുന്നു, ഭൂമിയിലുള്ളത് വല്ല ചോദിക്കാൻ പറയുന്നു. അപ്പോൾ ആ കുഞ്ഞ് വീണ്ടും എണീറ്റിട്ട് ചോദിച്ചു, നമ്മളുടെ തിരുമേനിമാർ പറയുന്നത് പോലെ ഞാൻ 2ാം വട്ടവും എണീറ്റിട്ട് ചോദിക്കുകയാണ്, ഭൂമിയിലാകെ എത്ര വീടുണ്ടെന്ന്. അപ്പോഴും ഇയാൾക്ക് ആകെ ഉത്തരം മുട്ടിപ്പോകുന്നു. ഇയാളുടെ സാത്വിക ഭാവമെല്ലാം വിട്ടു. ഇയാൾ പറയുന്നു, കണ്ണിൻ്റെ മുമ്പിലുള്ളത് കൊണ്ട് ചോദിക്കുന്നു. അപ്പോൾ ഈ കുഞ്ഞ് 3ാം പ്രാവശ്യവും എഴുന്നേറ്റു. എന്നിട്ട് ഇയാളോട് ചോദിക്കുകയാണ്, സാറിൻ്റെ കണ്ണിൻ്റെ മുമ്പിലുള്ള പോളയിൽ എത്ര പീലിയുണ്ടെന്ന് ചോദിച്ചു. കണ്ണിൻ്റെ മുമ്പിലുള്ള പോളയിൽ എത്ര പീലിയുണ്ട്. ഇയാൾ ആ കുഞ്ഞിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്തു. അയാളുടെ പേര് കൺഫ്യൂഷ്യസ് എന്നാണ്. കൺഫ്യൂഷ്യസിൻ്റെ കോൺവെർസേഷനിൽ പറയുന്ന ഒരു കഥയാണ്. നമ്മൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളല്ലേ ഈ ഭൂമിയിൽ കൂടുതലുള്ളത്. വായിൽ എത്ര പല്ലുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾക്കറിയില്ല. നമ്മൾ പൊതുക്കണക്കൊക്കെ പറയും, 32 എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾക്ക് അത് പോട്ടെ, ഇന്ന് രാവിലെ തൊട്ട് ഈ 10 മണി സമയം വരെ നമ്മൾ എന്തൊക്കെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ ഓർത്തെടുക്കാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള വാക്കുകളാണ്. ഒന്നും പുറത്തുനിന്നാലും നമ്മൾക്ക് സംഭാവന തന്നിട്ടുള്ളതല്ല. അതുപോലെ നമ്മൾക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ എന്തിൻ്റെ പേരിലാണ് അഹങ്കരിക്കുന്നത്? എത്ര നിസ്സഹായരാണ് നമ്മൾ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുക. ക്രിസ്തുവിൻ്റെ ഭാവം നമ്മിൽ ഉണ്ടാവണം. നാട്യശാസ്ത്രത്തിൽ പറയുന്നുണ്ട് പലതരം നയങ്ങളെക്കുറിച്ച്. അതിലൊരു നയമാണ് വിനയം, വേറൊരു നയമാണ് അഭിനയം. വിവേകമുള്ളവൻ്റെ നയമാണ് വിനയം. നിർഭാഗ്യവശാൽ ഇന്ന് നമ്മൾക്ക് ഡിഗ്രി കൂടുന്നതനുസരിച്ച് മറ്റേ നയമാണ് കൂടുതൽ അറിയാവുന്നത്, അഭിനയം. പഠിത്തം കൂടുന്നതനുസരിച്ച് നമ്മൾക്കറിയാവുന്ന നയം അഭിനയമാണ്. കൃത്രിമമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നാട്യത്തോടെയാണ് നമ്മൾ പെരുമാറുന്നത്. നമ്മളുടെ കാപട്യങ്ങൾ, വേഷം കെട്ടൽ അഴിച്ചു വെച്ചിട്ട് സത്യസന്ധമായ ദൈവാനുഭവത്തിന് നമുക്ക് പോകാം. യേശു ദൈവപുത്രനാണെന്നുള്ള അറിവുണ്ടാകണമെങ്കിൽ കുരിശെടുക്കണമെങ്കിൽ തന്നെ ഉപേക്ഷിക്കണം. തന്നെ ഉപേക്ഷിക്കണമെങ്കിൽ നമ്മളുടെ അഹന്തകളെ മാറ്റിവെക്കണം. നമ്മുടെ അഹങ്കാരം മാറണമെങ്കിൽ നമ്മൾ നമസ്കരിക്കുന്നവരാകണം. ദൈവത്തെയും മനുഷ്യനെയും നമസ്കരിക്കുന്നവരാകണം. ഇങ്ങനെ ഒരു ശീലം കൊണ്ട് മാത്രമാണ് നമ്മളുടെ ഉള്ള് തെളിയുന്നത്. നമ്മുടെ ഉള്ളിലിരിപ്പുകൾ കുടഞ്ഞു കളയാൻ നമ്മൾക്ക് പറ്റുന്നത്. ഇങ്ങനെയാണ് യേശു ദൈവപുത്രനാണെന്നുള്ള അറിവ് നമ്മൾക്ക് അനുഭവം ആകുന്നത്. എനിക്ക് ഒരു സ്വകാര്യ സങ്കടം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ഭാഗവും അവസാനിപ്പിക്കുകയാണ്. സമാപന ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളുടെ നാട്ടിലിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ 2 തിരുമേനിമാർ കാലം ചെയ്തു.
ഭക്തി വിധേയത്തിൽ പിതാവും കുര്യാക്കോസ്മാർ യൂലിയോസ് തിരുമേനിയും. ഈ 2 തിരുമേനിമാരെയും കൂടെ എണ്ണത്തിൽ നിന്ന് കുറച്ചാൽ ഇപ്പോൾ 107 തിരുമേനിമാരുണ്ട് കേരളത്തിൽ. എത്രയധികം അച്ഛന്മാരുണ്ട്. എൻ്റെ തമ്പുരാൻ പാലസ്തീനിൽ കൂടി നടക്കുമ്പോൾ തമ്പുരാൻ്റെ അങ്കിയുടെ വെളുമ്പിൽ തൊട്ടവൾക്ക് സൗഖ്യം കിട്ടുന്നുണ്ട്. നമ്മളുടെ നാട്ടിൽ കുപ്പായങ്ങൾ പെരുകുന്നതനുസരിച്ച് അസുഖവും അശാന്തിയും അസമാധാനവും കൂടുന്നതല്ലേ ഉള്ളൂ. ഇതാണ് എൻ്റെ സ്വകാര്യ സങ്കടം. നമ്മളുടെ അങ്കി എന്തുകൊണ്ട് താബോറിൽ ക്രിസ്തു ഒഴിഞ്ഞ വെളിച്ചത്തിൻ്റെ അങ്കി പോലെ ആവുന്നില്ല? നമ്മൾ നോമ്പ് നോക്കുന്നുണ്ടല്ലോ. നമ്മളുടെ അങ്കി എന്തുകൊണ്ട് മോശയും ഏലിയാവും അണിഞ്ഞ വെളിച്ചത്തിൻ്റെ അങ്കി പോലെ ആവുന്നില്ല? നമ്മളുടെ നോമ്പ് നമ്മളെ ക്രിസ്തുവിനോട് എന്തുകൊണ്ട് അത്രമേൽ ചേർക്കുന്നില്ല? സുതാര്യതയുടെ വെളിച്ചം കടന്നു പോകുന്ന ധവളമയുള്ള ഒരു അങ്കി നമ്മൾക്ക് അണിയാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും സത്യസന്ധമായ ദൈവാനുഭവത്തിന് കൂടെ ഇരിക്കണം, കൂടെ ചിന്തിക്കണം, കൂടെ മരിക്കണം. വെളിച്ചത്തിലേക്കുള്ള പുനരധിവാസമാണ് ധ്യാനം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആരംഭിച്ചത്. ഗുരുകൃപയുടെ പകൽ എത്രത്തോളം ഉണ്ട് എന്ന് അറിയാത്തത് കൊണ്ട് വെളിച്ചമുള്ളിടത്തോളം കാലം വെളിച്ചത്തോടൊപ്പമായിരിക്കണം എന്നുള്ളതാണല്ലോ സുവിശേഷത്തിൻ്റെ സാരം. അങ്ങനെയാണല്ലോ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്. വെളിച്ചമുള്ളിടത്തോളം, പകലുള്ളിടത്തോളം തന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ ചെയ്യുക എന്നാണ് പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം ഇവിടെ നമ്മൾക്ക് തരുന്നത് വളരെ അപ്രതീക്ഷിതമായൊരു ഉത്തരമാണ്. എല്ലാ തലങ്ങളിലും പരാജയപ്പെടുന്ന ശിഷ്യന്മാരുടെ ചിത്രമാണ് തരുന്നത്. സത്യത്തിൽ നമ്മളും ഏതാണ്ട് ഇതുപോലെയാണ്. വിളിയോടുള്ള പ്രതികരണത്തിൽ നമുക്ക് ചില പരാജയങ്ങളൊക്കെ ഉണ്ട്. നമ്മൾക്ക് അറിവുണ്ട്, പക്ഷെ നമ്മൾക്ക് അനുഭവം ഉണ്ടാകുന്നില്ല. ഇതാണ് ധ്യാനത്തിൻ്റെ അവസാനത്തെ ഭാഗം. നമ്മൾക്ക് കുമ്പസാരിക്കാനുള്ള കാരണങ്ങൾ, ശിഷ്യന്മാരുടെ പരാജയത്തിൻ്റെ കാരണങ്ങൾ തന്നെയാണ് നമ്മൾക്ക് കുമ്പസാരിക്കാനുള്ള കാരണങ്ങൾ. പോണു, അപ്പനെ വിട്ടിട്ട് പോണു, പടക് വിട്ടിട്ട് പോണു, പണവും പെട്ടിയും വിട്ടിട്ട് പോകുന്നു. വളരെ ഉദാരമാണ്. എനിക്ക് ഇനി പറയുന്ന കാര്യം പറയാനുള്ള അറിവും അനുഭവവും ഒന്നും എനിക്ക് അത്രയില്ല. എന്നാലും പറഞ്ഞ് കേട്ടിട്ടുള്ളത് വെച്ചിട്ട് ഞാൻ പറയുകയാണ്. ആദ്യമായിട്ട് ഈ തിരുമേനിമാരുടെ അടുത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ശമാശനാകുമ്പോഴോ ഉള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ തീഷ്ണത, അല്ലെങ്കിൽ ആ സമയത്ത് നോക്കിയ നോമ്പിൻ്റെ തീഷ്ണത പോലെയാണ് ഇപ്പോൾ നമ്മൾ നോമ്പ് നോക്കുന്നത്. ആദ്യ സമയത്ത് വളരെ ഉദാരമായ സമീപനമായിരുന്നു. എല്ലാം വിട്ടിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. നോമ്പ് സമയത്തൊക്കെ നമ്മൾ വൈകുന്നേരം വരെ ഉപവസിച്ച കാലമുണ്ട്, അല്ലെങ്കിൽ 2-3 ദിവസം ഉപവസിച്ചിട്ടുള്ള കാലങ്ങളുണ്ട്. പക്ഷെ ഓരോ കൊല്ലം ചെല്ലും തോറും ആ ഒരു ഉദാരമായ സമീപനത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. കൂടെ ഇരിക്കാനുള്ള വിളിയുടെ ആദ്യത്തെ ഘട്ടത്തിൽ ശിഷ്യന്മാർക്ക് ഒരു കുഴപ്പവുമില്ല, അവരും ചെയ്യുന്നു, നമ്മളും ചെയ്യുന്നു. രണ്ടാമത് കൂടെ ചിന്തിക്കാനുള്ള ആഹ്വാനത്തിലാണ് ചെറിയ ചെറിയ താളപ്പിഴകൾ ഉണ്ടാകുന്നത്. 9, 10, 11 അധ്യായങ്ങളിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചില സംഭവങ്ങളുണ്ട്. 9-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ മറരൂപമലയുടെ താഴ്വാരത്തിലുള്ള സംഭവം നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അശുദ്ധാത്മാവ് പിടിച്ച ബാലൻ, അവനെ പുറത്താക്കാൻ ആർക്കും പറ്റാത്തത് കൊണ്ട് ശിഷ്യന്മാരുടെ പേരിൽ യേശുവിൻ്റെ അടുത്ത് ജനക്കൂട്ടം പരാതി പറയുന്നു. അപ്പോൾ അവിടെ യേശു പറയുന്നു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടി ഇരുന്ന് നിങ്ങളെ സഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് സമൂഹത്തിൽ സാക്ഷ്യം നൽകാൻ സാധിക്കാതെ പോയത് എന്ന് അതിൻ്റെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അവരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായിരുന്നു, ആരാണ് വലിയവൻ. ഇതുകൊണ്ടാണ് അവർക്ക് അശുദ്ധാത്മാവിനെ പുറത്താക്കാൻ പറ്റാതെ പോയത്. ആരാണ് വലിയവൻ എന്നൊരു തർക്കം അവരുടെ ഇടയിലുണ്ട്. യേശു ചിന്തിക്കുന്നത് പോലെയല്ല അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണല്ലോ അവർക്ക് തർക്കമുണ്ടായത്. 9-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ അവരെല്ലാവരും കൂടി
യാക്കോബും യോഹന്നാനും കൂടെ വിളിച്ചു പറയുന്നു, ഏലിയാവ് പണ്ട് ആകാശത്തിൽ നിന്ന് അഗ്നി ഇറക്കിയതുപോലെ ഇവരെ നശിപ്പിക്കരുത് എന്ന്. അപ്പോൾ യേശു തമ്പുരാൻ നെറ്റിയിലടിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഏതാത്മാവിന് അധീനം? അവൻ ചിന്തിക്കുന്നത് പോലെയല്ല കൂടെ നടക്കുന്നവർ ചിന്തിക്കുന്നത്. 9-ാം അധ്യായം 38-ാമത്തെ വാക്യത്തില് ഭൂതോച്ചാടകനെ വിലക്കുമ്പോൾ, ഒരുവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെന്ന് ശിഷ്യന്മാർ വന്ന് പരാതി പറയുന്നു. ഒരു നേരിയ അസൂയ ഉണ്ടായിരുന്നെന്ന് വേണം കരുതൽ. അവർ വന്നിട്ട് പറയുമ്പോൾ യേശു പറയുന്നു, എനിക്ക് പ്രതികൂലമല്ലാത്തവൻ എനിക്ക് അനുകൂലം തന്നെ. യേശു ചിന്തിക്കുന്നത് പോലെ അല്ല അവിടെയും ശിഷ്യന്മാരെ ചിന്തിച്ചത്. ശിശുക്കൾ അടുത്ത് വരുമ്പോൾ 10-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ശിശുക്കൾ അടുത്ത് വരുമ്പോൾ ശിഷ്യന്മാർ അവരെ തടയുന്നു. യേശു അവരോട് കയറി വരാൻ പറയുന്നു. അവിടെയും ചിന്താരീതിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇനി 10-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങളിൽ ധനികനായ ഒരു യുവാവ് വരുന്ന സംഭവം പറയുന്നുണ്ട്. സാന്റിയാഗോ മാർട്ടിനോമറ്റോയാണ് ധനികനായ ചെറുപ്പക്കാരൻ വരുന്നു. വന്നിട്ട് യേശുവിൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അവൻ തിരിച്ച് കാര്യമൊക്കെ കേട്ടിട്ട് പോകുന്നു. പക്ഷേ ശിഷ്യന്മാർക്കാണ് സംശയം തീരാത്തത്. അവർ ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ ധനവാന്മാർ എങ്ങനെയാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക? ധനത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിലെ വൈകല്യമാണ്. ധനം എന്ന് പറഞ്ഞാൽ ജീവിതത്തെ ധന്യമാക്കുന്നത് എന്തോ അതാണ് ധനം, അല്ലാതെ കറൻസി നോട്ടല്ല. ജീവിതത്തെ ധന്യമാക്കുന്നത് എന്തോ അതാണ് ധനം. ചിലർക്ക് അറിവാണ്, ചിലർക്ക് വിദ്യയാണ്. അങ്ങനെയുള്ളവരാണ് പറയുന്നത് വിദ്യാധനം സർവധനാൽ പ്രധാനമെന്ന്. ചിലർക്ക് വിശ്വാസമാണ്, ചിലർക്ക് പ്രാർത്ഥനയാണ്, ചിലർക്ക് ഭക്തിയാണ്, ചിലർക്ക് നിഷ്കാമ കർമ്മമാണ്. അത് ഓരോരുത്തരുടെയും മനസ്സിന്റെ ബലമനുസരിച്ച് അത് അങ്ങോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും. ഇനി 10-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിൽ അധികാരത്തെക്കുറിച്ചുണ്ട്. സബദിയുടെ മക്കൾ തന്നെയാണ് അവിടെയും പ്രതികൾ. അവർ പറയുകയാണ്, മഹത്വത്തിൽ ഇടത്തും വലത്തും വരുമ്പോൾ ഞങ്ങൾക്ക് 2 കസേര തരും. അധികാരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലുള്ള പ്രയാസമാണ്. അധികാരം എന്നാൽ അഭിനന്ദനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി നൽകിയിട്ടുള്ള ഒരു നിർവചനമുണ്ടല്ലോ. അധികാരത്തിൻ്റെ അഭാവമാണ് അധികാരം. ധീ എന്നാൽ ബുദ്ധി, ഞാൻ എന്ന ഭാവം. അതുകൊണ്ടാണ് തമ്പുരാന്റെ അധികാരപ്രയോഗം ശുശ്രൂഷ വാങ്ങിക്കാനല്ല ശുശ്രൂഷിക്കാനാണ് എന്ന് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ശിഷ്യന്മാരിവിടെ പറയുന്നു, മഹത്വത്തിൽ ഇടത്തും വലത്തുമുള്ള സ്ഥാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അധികാരത്തെക്കുറിച്ചുള്ള വികലമായ ഒരു ചിന്തയാണ്. അധികാരം എന്നത് തീയാണ്, അധികം അടുത്താൽ പൊള്ളും, അധികം അകന്നാൽ മരവിക്കും എന്നൊരു ചൈനീസ് പഴമൊഴിയുണ്ട്. അതുകൊണ്ട് അതിനോടും ഒരു ലാവണ്യ ദൂരം നമ്മൾ സമദൂരം സൂക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇങ്ങനെ കൂടെ ആയിരിക്കുന്നവൻ്റെ ചിന്തകളിൽ കൂടെ ചിന്തിക്കാൻ പരാജയപ്പെടുന്നു ശിഷ്യന്മാർ. ഇനി 3-ാമത് കൂടെ മരിക്കാനുള്ള ആഹ്വാനത്തിൽ അവരുടെ പ്രതികരണം നോക്കുക. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 38-ാമത്തെ വാക്യം ക്രിസ്തു ചോദിക്കുന്നു, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ? ഞങ്ങൾക്ക് കഴിയും എന്നവർ മറുപടി പറഞ്ഞു. പാനപാത്രവും സ്നാനവും മരണത്തിൻ്റെ പ്രതീകങ്ങളാണ്. വീണ്ടും ശീമോൻ പത്രോസ് തന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് പറയുമ്പോൾ ശീമോന്റെ പ്രതികരണമുണ്ട്. 14-ാം അധ്യായം 13-ാമത്തെ വാക്യം. നമ്മൾ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. 16 അധ്യായങ്ങളല്ലേ ഉള്ളൂ. 14-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല. അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു. ഇവരൊക്കെ മരണസമയത്ത് എവിടെ പോയി? സ്ഥലം ഗത്സമന. സമയം യേശു തമ്പുരാന്റെ 3 വട്ടത്തെ പ്രാർത്ഥന കഴിഞ്ഞ നേരം. യേശുവിനെ പിടിച്ച് ബന്ധിച്ചു. സുവിശേഷകൻ പറയുന്നു, 14-ാം അധ്യായം 50-ാം വാക്യം. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരാണ്, എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. ഒടുവിൽ ഒരുവൻ ഉടുപ്പൂരിയിട്ടിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. നിർലജ്ജം പോയതിനെ സൂചിപ്പിക്കാനാണെന്ന് ചിലർ പറയുന്നു. ഒരു നാണവും കൂടാതെ, പറഞ്ഞ വാക്കിൽ ഒരു നാണവും കൂടാതെ ഇട്ടിട്ട് പോവുകയാണ്. വീണ്ടും
നമ്മൾ പത്രോസിലേക്കാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന. 14 അധ്യായം 54 വാക്യം. വീണ്ടും പത്രോസിലേക്കാണ് ശ്രദ്ധ. ഈ വാക്ക് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട വരിയാണ്. പത്രോസ് പ്രധാന പുരോഹിതന്റെ മുറ്റം വരെ അവനെ അല്പം അകലെയായി അനുഗമിച്ചു. നക്ഷത്രം പോലെയുള്ള ഒരു വാക്കുണ്ട് അതിനകത്ത്. നമ്മൾക്ക് പെട്ടെന്ന് ദിശാബോധം തരുന്ന വാക്ക്. പത്രോസ് അവനെ അല്പം അകലെയായി അനുഗമിച്ചു. അതാണ് ആ വാക്ക്. ഇവനെ എന്തിനാണ് വിളിച്ചത്? കൂടെ ഇരിക്കാൻ, കൂടെ ചിന്തിക്കാൻ, കൂടെ മരിക്കാൻ. ഇപ്പൊ അവൻ എവിടെയാണ്? അല്പം അകലെ, ഒരിത്തിരി അകലെയാണ്. വീണ്ടും നമ്മൾ പത്രോസിന്റെ പിന്നാലെ തന്നെ സഞ്ചരിക്കാം. 67 വാക്യം. യേശുവിനെ പ്രധാന പുരോഹിതൻ വിചാരണ ചെയ്യുമ്പോൾ അയാളുടെ ദാസി ശീമോൻ പത്രോസിനെ വിചാരണ ചെയ്യുന്നു. അവളുടെ ചോദ്യം ഇതാണ്: നീയും നസറായനായ യേശുവിൻ്റെ കൂടെ ആയിരുന്നല്ലോ. ആ വാക്ക് ശ്രദ്ധിക്കണം. നീയും നസറായനായ യേശുവിൻ്റെ കൂടെ ആയിരുന്നല്ലോ. സാധാരണ ഈ പ്രസംഗം ഇങ്ങനെ, ഈ പ്രഭാഷണം പറഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത്, ഏതാണ്ട് ഈ ഒരു സമയം 12 അടുക്കുന്ന സമയത്ത് കേൾവിക്കാരിൽ ചിലരുടെയെങ്കിലും മനസ്സിലുണ്ടാകുന്ന ഒരു വാക്കാണ്: ഈ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, ഈ പറയുന്നത് മനസ്സിലാവുന്നില്ല. ശീമോൻ പറഞ്ഞ വാക്കും അത് തന്നെയാണ്. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, നീ പറയുന്നത് എന്തെന്ന് എനിക്ക് തിരിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാവാത്തെന്നറിയാമോ? ഇതെങ്ങാനും മനസ്സിലായിപ്പോയാൽ നമ്മൾ അവൻ്റെ കൂടെ ഇരിക്കേണ്ടി വരും. അവൻ്റെ കൂടെ ഇരുന്നാൽ നമ്മളുടെ കൂടെ ഇപ്പോൾ ഉള്ള പലതും ഉപേക്ഷിക്കേണ്ടി വരും. ഇതെങ്ങാനും മനസ്സിലായി പോയാൽ നമ്മൾ അവൻ്റെ കൂടെ ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ചിന്തകളിൽ പലതും നമ്മൾക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ഇതെങ്ങാനും മനസ്സിലായി പോയാൽ നമ്മൾ അവൻ്റെ കൂടെ മരിക്കേണ്ടി വരും. അതിന് നമ്മളുടെ എല്ലാ അഹന്തകളെയും ത്യജിക്കേണ്ടി വരും, നന്നായി നമസ്കരിക്കേണ്ടി വരും. അതുകൊണ്ട് വളരെ സൗകര്യപൂർവ്വം നമ്മൾ പറയും: നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ശിഷ്യന്മാരെല്ലാവരും പരാജയപ്പെട്ടു. ഇനി മരണസമയം ശ്രദ്ധിക്കുക. യേശു ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു. അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകളിൽ നിന്ന് താഴെ വരെ 2 കീറി. അവന് അഭിമുഖമായി നിന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ട് പറഞ്ഞു: സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. ഇതാണ് ഈ സുവിശേഷത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ആൻറ്റി ക്ലൈമാക്സ് എന്ന് പറയും. യേശു ദൈവപുത്രനാണ് എന്നുള്ള അറിവ് അനുഭവമായത് ആർക്കാണ്? ശതാധിപനാണ്. കാരണം അയാൾ മരണത്തിൽ കൂടെയുണ്ടായിരുന്നു. മരണത്തിൽ കൂടെയുള്ളവനാണ് യേശു ദൈവപുത്രനാണെന്നുള്ള അറിവ് അനുഭവമാകുന്നത്. അയാൾ വിളിച്ചു പറയുന്നു: സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. ധ്യാനം പൂർണ്ണമാവുകയാണ്. സുവിശേഷം നമ്മൾക്കിനെ അടച്ചു വയ്ക്കാം. സുവിശേഷകൻ വായനക്കാരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്: ശിഷ്യന്മാരെല്ലാവരും പരാജയപ്പെട്ടെടുത്ത് ഈ വിളി നിനക്ക് ഏറ്റെടുക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നു? അതിൻ്റെ അവസാനത്തെ അധ്യായങ്ങളിൽ യേശുദമ്പുരാൻ ശിഷ്യന്മാരുടെ ഹൃദയകാഠിന്യത്തെയും അവിശ്വാസത്തെയും ശാസിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ സമ്പൂർണമായി പരാജയപ്പെട്ട ശിഷ്യന്മാരൊക്കെ എപ്പോഴാണ് വിജയിക്കുന്നത്? പെന്തക്കോസ്ത് പെരുന്നാളിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ആവസിക്കുമ്പോഴാണ് അവർ പിന്നെ ജീവിക്കുന്നതും മരിക്കുന്നതും ക്രിസ്തുവിന് വേണ്ടിയാകുന്നത്. ആത്മാവിൻ്റെ ചൈതന്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ജീവിക്കുന്നതും മരിക്കുന്നതും ക്രിസ്തുവിന് വേണ്ടിയാകുന്നത്. എൻ്റെ വിശുദ്ധാത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി കുമ്പസാരിക്കണം. വിശുദ്ധ കുമ്പസാരം നടത്തുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനും അവൻ്റെ കൂടെ ഇരിക്കാനും അവൻ്റെ കൂടെ ചിന്തിക്കാനും അവൻ്റെ കൂടെ മരിക്കാനുമുള്ള ആർജവത്വം തിരികെ ലഭിക്കുക എന്നുള്ളത് നാം മറന്നു പോകരുത്. മറ്റാര് മറന്നു പോയാലും. എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വിളി കേട്ടിറങ്ങിയവരാണ് നമ്മളെല്ലാവരും. ദൈവം വിളിച്ചത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയാവുക. സ്വതവേ ഏറ്റവല്ല. എന്നാൽ എവിടെയൊക്കെയാണ് നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നത്? അതാണ് നമ്മൾക്കിനി അല്പനേരം കണ്ണുകൾ അടച്ചിട്ട് ധ്യാനിക്കാനുള്ള കാരണങ്ങൾ. നമ്മൾക്ക് പ്രാർത്ഥിക്കാം.
ദൈവമേ, നിന്നെക്കുറിച്ചുള്ള അറിവ് അനുഭവമാകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിലാണ് ഞങ്ങൾ. നിന്റെ കൂടെ ഇരിക്കണമെന്നുള്ള നിന്റെ ആഹ്വാനത്തോട് ഞങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? മനുഷ്യരോടൊപ്പം പോലും നിസ്വാർത്ഥമായി ഇടപഴകാൻ എനിക്കാവുന്നില്ല. അസൂയയോടെ ഞാൻ എൻ്റെ സ്നേഹിതരെയും സഹപ്രവർത്തകരെയും കാണുന്നുണ്ട്. നിന്റെ മുഖം കറുത്തിരിക്കുന്നുവെന്ന് അങ്ങ് കായേനോട് പറഞ്ഞതുപോലെ എന്നോട് പറയുന്നുണ്ടെന്ന് എനിക്കറിയാം. അസൂയ എൻ്റെ മിഴികളിലെ പ്രകാശത്തെ കെടുത്തി കളയുന്നുണ്ട്. ആരാധനയിൽ പോലും പകയുണ്ടാവുന്നുണ്ട് എനിക്ക്. മരണകരമായ പാപങ്ങളുടെ പട്ടികയിലാണെങ്കിലും ദൈവമേ, ഈ വികാരം എന്നെ എത്രയോ തവണ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. യോസേഫിൻ്റെ സഹോദരന്മാരെ പോലെ ആകുന്നുണ്ട് ഞങ്ങൾ. പിതാവ് തങ്ങളെക്കാൾ അധികമായി അവനെ സ്നേഹിക്കുന്നുവെന്ന് കണ്ടപ്പോൾ പിന്നെ അവനോട് സൗമ്യവും അവർ എന്നാണല്ലോ തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടും ഒറ്റുകൊടുക്കാനും തള്ളിപ്പറയാനും ഞങ്ങൾക്ക് മടിയുണ്ടാവുന്നില്ല. ദൈവമേ, സഹോദരനെ പകയ്ക്കുന്ന ഈ യാത്രകൾ അവസാനിക്കുന്നത് അശാന്തിയുടെ രാത്രികളിലാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ മുഖപ്രസാദം തിരികെ നൽകണമേ. നിരാശ എന്ന പാപത്തിൽ ഞങ്ങൾ അടിമപ്പെടരുത്. വീണ്ടും ഞങ്ങൾ കോപത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. സൗമ്യനായ നിന്നോടൊപ്പം ഞാൻ എങ്ങനെയാണ് വസിക്കുന്നത്? കൊടുങ്കാറ്റില്, ഇളകുന്ന കടലില് സ്വച്ഛമായിട്ട് തലയിണച്ചുറങ്ങുന്ന നിന്റെ ശാന്തതയോട് എൻ്റെ കോപം എങ്ങനെയാണ് ചേർന്ന് പോവുക? മൗഢ്യതർക്കം ഒഴിഞ്ഞ് ജീവിക്കണമെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. കോപം ആവശ്യമാണ്. ദുർവികാരങ്ങളോടും ദുർവാസനകളോടുമെന്ന് ആധ്യാത്മ പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. കോപിപ്പീൻ, നിങ്ങൾ പാപം ചെയ്യരുത് എന്നുള്ളതിൻ്റെ അർത്ഥവും അവർ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എന്നാൽ എൻ്റെ നിരാശകളും എൻ്റെ ഉള്ളിലെ അസ്വസ്ഥതകളും മറ്റുള്ളവരിലേക്ക് പകരുന്നതിന് മാത്രമാണല്ലോ ഞാൻ കോപിക്കുന്നത്. ദൈവമേ, എൻ്റെ മോഹങ്ങൾ എന്നെ നാശത്തിലേക്ക് നയിക്കുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം എഴുത്തിട്ട് മരണത്തെ പെറുന്നു എന്നൊക്കെ ഞങ്ങൾ പ്രസംഗിക്കാറുണ്ട്. വ്യഭിചാരികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഈ വാക്യം ഞങ്ങൾക്ക് മനഃപ്പാഠമാണ്. എന്നാൽ ജീവിതത്തിൽ അന്യമായി പോകുന്നുണ്ട്. തെറ്റിപ്പോകുന്ന നോട്ടങ്ങളും അനാവശ്യമായ കേൾവികളും അലക്ഷ്യമായ യാത്രകളും അമിതമായ ഭക്ഷണവും അലസമായ പ്രാർത്ഥനകളും എന്നെ ഭാരപ്പെടുത്തുന്നു. എൻ്റെ അശുദ്ധി മറ്റൊരാൾ അറിയുന്നതുവരെ വിശുദ്ധൻ എന്ന് നടിക്കുന്ന എൻ്റെ കാപട്യത്തെ ഓർത്ത് ഞാൻ അനുദപിക്കുന്നു. എൻ്റെ ദുർമോഹങ്ങളോട് പോരാടുവാൻ എനിക്ക് ശക്തിയും ബലവും നൽകണമേ. പരീക്ഷകനെ തോൽപ്പിച്ച് നിന്നോട് ചേർന്നിരിക്കാൻ ഞാൻ അനുദപിക്കുന്നു. എൻ്റെ ഉപവാസങ്ങളും ഉപാസനകളും നല്ലതിനാക്കണമേ. കൂടെ ചിന്തിക്കുന്നതിൽ പരാജയപ്പെട്ട നിരവധി നിമിഷങ്ങളുണ്ട്. സത്യമായിട്ടും ചിലപ്പോഴെങ്കിലും ഇതൊരു വിളിയല്ല, കേവലം തൊഴിലായി പരിണമിക്കുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ. പൊത്തിഫേറിൻ്റേത് ഒരു തൊഴിലായിരുന്നുവെന്നും യോസേഫിൻ്റേത് വിളിയായിരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ആഹാബിൻ്റേത് ഒരു തൊഴിലായിരുന്നുവെന്നും ഏലിയാവിൻ്റേത് വിളിയായിരുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. ഹെരോദാവിൻ്റേതും യോഹന്നാൻ്റെയും ജീവിതത്തെയും വിളിയെയും ഞങ്ങൾ ഓർക്കുന്നു. ഇന്ന് പറയേണ്ടത് നാളെ പറയാൻ വെക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇന്നും നാളെയും നേര് പറയാത്തവരാണ്.
വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുവാൻ നിങ്ങൾക്ക് പറ്റാതെ വരും. ദീർഘക്ഷമയുള്ള തമ്പുരാനെ, എൻ്റെ അലസതയും ഉദാസീനതയും പൊറുക്കണം. എൻ്റെ അധികാരമോഹങ്ങൾ ശുശ്രൂഷ സ്വീകരിക്കുന്നവനായി എന്നെ മാറ്റിയിരിക്കുന്നു. എൻ്റെ ധനമോഹങ്ങൾ ദൈവമേ ദ്രവ്യാഗ്രഹമെന്ന പാപത്തിൽ എന്നെ അകപ്പെടുത്തിയിരിക്കുന്നു. ഗേഹസിയെപ്പോലെ അർഹതയില്ലാത്തത് അധ്വാനമില്ലാതെ ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. യൂദായെപ്പോലെ വഞ്ചനയുടെ പണം നേടിയിട്ടുണ്ട്. അനന്യാസിനെയും സഫീറയെയും പോലെ കടപ്പെട്ടത് കൊടുക്കാതിരുന്നിട്ടുണ്ട്. വിധവയുടെ ചില്ലിക്കാശുകളെ പരിഹസിച്ചിട്ടുണ്ട്. ഞാൻ അനുദപിക്കുന്നു. ആത്മപ്രശംസയും പരനിന്ദയും ഉപേക്ഷിക്കാൻ എനിക്കാവുന്നില്ലല്ലോ. ദൈവമേ, കൂടെ മരിക്കാൻ, സ്വയം ത്യജിക്കാൻ, കുരിശെടുക്കാൻ എനിക്ക് പറ്റാത്തതിനുമുണ്ട് കാരണങ്ങൾ. വലിയവനാരാണ് എന്നുള്ള തർക്കം ഞങ്ങളുടെ ഇടയിലുണ്ട്. സാക്ഷ്യം നൽകാൻ, അശുദ്ധാത്മാവിനെ പുറത്താക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. നമസ്കരിക്കാൻ ഞങ്ങളുടെ അഹങ്കാരം ഞങ്ങളെ സമ്മതിക്കുന്നില്ല. പരസ്പരം ആദരിക്കാൻ ഞങ്ങളുടെ നിഗളം മൂലം ഞങ്ങൾ മറന്നു പോകുന്നുണ്ട്. നിന്നെ പ്രതി നിന്ദകൾ സഹിക്കാൻ എൻ്റെ ദുരഭിമാനം എന്നെ സമ്മതിക്കുന്നില്ല. നിന്നെ പ്രതി സത്യം സംസാരിക്കാൻ എൻ്റെ വിചാരങ്ങളിലെ വക്രത എന്നെ അനുവദിക്കുന്നില്ല. ഏഷണിയും അസത്യവും പറഞ്ഞ് ഞാൻ അന്തരീക്ഷത്തെ മലിനമാക്കുന്നുണ്ട്. ഞാൻ അനുദപിക്കുന്നു. നിർണായക നിമിഷങ്ങളിൽ എൻ്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞതോർത്ത് എൻ്റെ സംസാരങ്ങൾ ദൈവസാന്നിധ്യ ബോധത്തോടെ ആകാഞ്ഞതോർത്ത് ഞാൻ അനുദപിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഫലം നൽകുമെന്നറിയാമെങ്കിലും എത്ര അശ്രദ്ധരാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ ബലിയനുഷ്ഠാനത്തിൽ പോലും അശ്രദ്ധരും അക്ഷമരുമാകുന്നുണ്ട്. അപ്പറയും പിതാവിൻ്റെ വാക്കുകൾ എന്നെ ഭാരപ്പെടുത്തുന്നു. കർത്താവേ, നിന്റെ തിരുശരീര രക്തങ്ങളെ കൈകളിൽ ആഘോഷിക്കുവാനും അനുഭവിക്കുവാനും ഞാൻ എന്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിലപിക്കുന്നുണ്ടല്ലോ. വ്യക്തമായ കാരണങ്ങൾ അദ്ദേഹം സമ്മാനിക്കുന്നുണ്ട്. മാലാഹമാർക്ക് പോലും കൈകളിലെടുക്കുവാൻ അനുവാദമില്ലാത്ത തീക്കട്ടയാണ് പാപമുള്ള അധരങ്ങളുള്ള മനുഷ്യൻ നൽകപ്പെടുന്നത്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവന് പോലും തൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിന്ന് ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ പ്രാപ്തിയില്ല എന്ന് വിലപിക്കുന്നു. ദൈവമേ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും ചെറിയവരായ ഞങ്ങൾ നിന്റെ ഉടലിനെ സ്പർശിക്കുന്നുണ്ടല്ലോ. അണഞ്ഞിരിക്കുന്ന അങ്കിയുടെ വിളമ്പുകൾ സൗഖ്യം നൽകുന്നതിൻ്റെ വിശുദ്ധമായ ശരീരത്തെയാണല്ലോ ഞങ്ങൾ സ്പർശിക്കുന്നത്. ഉമിനീരിൽ പോലും വെളിച്ചമുള്ളവൻ മണ്ണിൽ കുഴിച്ച് കണ്ണുകൾക്ക് കാഴ്ച നൽകുന്നു. അവനെ ഭക്ഷിച്ചിട്ടും ഞങ്ങളുടെ ഉള്ളിൽ വെളിച്ചമുണ്ടാകുന്നില്ലയോ? ദൈവമേ, ഞങ്ങൾക്ക് കാഴ്ച നൽകണമേ. കുരുടന്റെ പ്രാർത്ഥനയെ ഞങ്ങൾ ഏറ്റുചൊല്ലുന്നു. യേശുവേ, ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണയുണ്ടാകണം. ഞങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും വർദ്ധിപ്പിച്ചു തരണം. ഇവയില്ലെങ്കിൽ ഞങ്ങൾ അന്ധന്മാരാകുന്നു, ഹ്രസ്വദൃഷ്ടിയുള്ളവരാകുന്നു, മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവരുമാകുന്നു. ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഇനി നമ്മൾക്ക് കണ്ണുകളെ തുറക്കാം. ശരിക്കും നമ്മൾ കണ്ണു തുറക്കുമ്പോൾ കാണേണ്ടത് ക്രിസ്തുവിനെയാണ്. അതാണ് കാഴ്ച. പിറവിയിലെ കുരുടനായിരിക്കുന്ന മനുഷ്യൻ
അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ക്രിസ്തുവിനെയാണ്. കാഴ്ച എന്നാൽ അതാണ്. ജീവിതത്തിൽ പ്രഥമവും പ്രധാനവുമായിട്ട് ക്രിസ്തുവിനെ കാണലാണ്. നോമ്പുകാരുടെ ഈ സമ്മേളനം കൂടുതൽ തേജോമയരായ ആളുകളെ ഈ ലോകത്തിന് സമ്മാനിക്കട്ടെ. ഇനി നമ്മൾ പരസ്പരം കാണുവാൻ ദൈവം അനുവദിക്കുന്നെങ്കിൽ ഇപ്പോഴുള്ളതിലും അധികം ചൈതന്യത്തോടെ പരസ്പരം കാണുവാൻ ദൈവം സംഗതിയാക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് എഴുതിയിട്ടുള്ളതുപോലെ, ആത്മീയതയിൽ കണ്ണുനീരുണ്ട്. അർഹിക്കപ്പെട്ടത് നിഷേധിക്കപ്പെടുമ്പോഴല്ല, അർഹിക്കപ്പെടാത്തത് ലഭിക്കുമ്പോഴാണ്. ശരിക്കും എൻ്റെ ഉള്ളിൽ കണ്ണുനീരുണ്ട്. യാതൊരു അർഹതയുമില്ലാതിരുന്നിട്ടും ഈ മഹാപുരുഷൻ്റെ മുമ്പിൽ നിൽക്കാൻ വീണ്ടും എനിക്കൊരവസരം കൂടി ദൈവം സമ്മാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം കാല് കഴുകാൻ നേരത്ത് അഭിയൻ്റെ പിതാവ് എന്നെ വിളിച്ച് പ്രസംഗിപ്പിച്ചു. അന്നത്തെ വേളയിൽ ഇതുവരെ എന്നെ വിട്ട് മാറിയിട്ടില്ല. ഇപ്പോഴും കാറ് വന്ന് നിന്നപ്പോൾ ഞാൻ നന്നായിട്ട് പേടിച്ചു. എന്നിരുന്നാലും ഇത്രയധികം കരുണ ഈ പിതാക്കന്മാർക്ക് ഉണ്ട്. എല്ലാവരുടെയും, നിങ്ങളെല്ലാവരുടെയും നല്ല ശ്രദ്ധയ്ക്ക് എൻ്റെ ഹൃദയപൂർവമായ നന്ദി. ദൈവം അനുഗ്രഹിക്കും. 12 മണിക്ക് നമസ്കാരം ഉണ്ടെങ്കിൽ 5 മിനിറ്റ് എനിക്ക് കിട്ടുകയുള്ളൂ. എങ്കിലും അത് ഉപയോഗിക്കേണ്ട ഒരു ചുമതല എനിക്ക് തോന്നുന്നുണ്ട്. അഖിലോക സമ്മേളനത്തിൻ്റെ 10ാം അസംബ്ലി കൊറിയയിലാണ്. അത് 2013 അവരുടെ വിഷയമാണ് എന്നോട് പറയാൻ പോകുന്നത്. അവർ അച്ചടിക്കുന്ന വിഷയം ഗോഡ് ഓഫ് ലൈഫ് ലീഡ്സ് ജസ്റ്റിസ് ആൻഡ് പീസ്. ജീവൻ്റെ ദൈവമേ, നീതിയിലേക്ക് സുമം നയിക്കണമെന്നാണ് വിഷയം. 2 മാസം മുമ്പാണെന്ന് തോന്നുന്നു സെമിനാറിൽ ചെന്നപ്പോൾ ഈ വിഷയം എന്നോട് കരിങ്ങാട്ടിലും പറഞ്ഞിട്ട് 2 വാക്ക് പറയാൻ പറഞ്ഞു. അവിടെ വെച്ച് തന്നെ ഞാൻ ഈ വിഷയത്തോട് ഡിസഗ്രി ചെയ്തു. ഗോഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന യഹോവയാണ് ദൈവം. അത് ലൈഫ് ആൻഡ് ഡെത്തിന് ദൈവമാണ്. ഇസ്രായേലിനൊക്കെ ജീവനെ ബാക്കി എല്ലാവരും കൊല്ലുക, ഫറവനെ സഞ്ചയം കൊന്നു. അത് ഗോഡ് ഓഫ് ലൈഫ് ആൻഡ് ഡെത്താണ് യഹോവ. തെറ്റായ ഹെഡിങ്ങാണത്. എൻ്റെ പുസ്തകത്തിന് പേര് ഗോഡ് ഓഫ് അഗാപ്പെ, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് പീസ്. അതാണ് പുതിയ പുസ്തകം എഴുതാൻ പോകുന്നത്. ഗോഡ് ഓഫ് ലവ് എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ ദൈവമാണ്. ഗോഡ് ഓഫ് ലൈഫ് പഴയ നിയമത്തിനായി പുറയാതെ ദൈവമാണ്. ഗോഡ് ഓഫ് ലവ് എന്ന് പറയുന്നതാണ് ദൈവത്തിൻ്റെ തൃത്വം. സ്ത്രീക ദൈവം ഷെയറിംഗ് ആണ്. സത്യദൈവം സ്ത്രീക ദൈവമാണ്, ഷെയറിംഗ് ദൈവമാണ്. ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് സ്ത്രീകളിങ്ങനെ ഓടിക്കുന്നതാണെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. സ്ത്രീകൾക്ക് സമത്വത്തിന് വേണ്ടി വാദിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. പുരുഷന്മാരുടെ നേഴ്സിംഗിന് വിടാം, സ്ത്രീകളെ പട്ടാളത്തിന് വിടാം. സമൂഹമാണല്ലോ, പച്ചക്കള്ളമാണ്. 2 വ്യക്തികൾ തമ്മിൽ സമത്വമില്ല, എല്ലാവരും തമ്മിൽ സമത്വമില്ല. സ്വത്വത്തിലെ സമത്വമുള്ളൂ. ഫാദർ 302 ഡിഗ്രി, സൺ 302 ഡിഗ്രി, 302 ഡിഗ്രി. 1 + 1 + 1 3. എന്നാൽ 1 × 1 × 1 = 1 ആണ്. ദൈവത്തിനെ പൂർണ്ണതയുള്ളൂ, സൃഷ്ടിയിലില്ല. ഈ ഹെഡിങ് തെറ്റാണ്. ഞാൻ പരസ്യമായിട്ട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് എ റോങ് ഹെഡിങ്. ഗോഡ് ഓഫ് ലൈഫ് ആൻഡ് യഹോവ എല്ലാവരും കൊന്നു. എത്ര രസകരമായിട്ട് കൊന്നറിയാമോ? അയക്കോട്ടെ പിടിക്കാൻ നേരം പറഞ്ഞു, നിങ്ങൾക്ക് 3 ആൾ തിരിയണം, 3-1 ഒളിച്ചിരിക്കണം. വേറെ ദിവസം 3-1 ആൾ. അപ്പോൾ അവർ വരുമ്പം എല്ലാവരും കൂടെ വന്ന് സ്വീകരിച്ചേക്കണം. എല്ലാവരും കൊല്ലിച്ച ദൈവമാണ് യഹോവ. പൂർണ്ണദൈവമല്ല, സ്ത്രീക ദൈവമാണ് പൂർണ്ണദൈവം. ഗോഡ് ഓഫ് അഗാപ്പെ, ഗോഡ് ഓഫ് ലവ്. ഈ സ്നേഹത്തിന് കുറവ് ലോകത്തിലുള്ളൂ. നമുക്ക് ആ സ്നേഹമുണ്ടോ? എനിക്ക് നല്ല ആവശ്യമുള്ള സ്നേഹമില്ല, മറ്റൊരാജ്യമാർക്ക് സ്നേഹമില്ല, ബാബായ്ക്ക് സ്നേഹമില്ല. ദൈവത്തിന് സ്നേഹം കണ്ടുപിടിക്കാൻ പാടാം. കമ്പനി ഷെയറിംഗ് ഉണ്ടാകണം. സോഷ്യൽ ജസ്റ്റിസാണ്, ജസ്റ്റിസ് തെറ്റാണ്. സോഷ്യൽ ജസ്റ്റിസ് സമൂഹത്തിൽ നോക്കത്തുള്ളൂ. ഷെയറിംഗ് സ്നേഹം.
ആ വിഷയമാണ് പുസ്തകത്തിലാക്കാൻ പോകുന്നത്. നിങ്ങളത് പഠിക്കണം. സ്നേഹത്തെ ദൈവത്തെ ഉള്ളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ അതൊക്കെ ദൈവമാണ് ഷെയറിംഗ് ഗോഡ്. എൻ്റെ ഹെഡിങ് എഴുതിയിരിക്കുന്നത് ഗുണോദ്ദേശം രണ്ടാണ്: എക്സ്ക്ലൂസീവ്, ഇൻക്ലൂസീവ്. യഹോവ എക്സ്ക്ലൂസീവാണ്. ഇൻക്ലൂസീവ് ആണെന്ന് ചോദിച്ചാൽ എല്ലാം ഇൻക്ലൂസീവ് ചെയ്യുന്ന ദൈവമാണ് ത്രിയേക ദൈവം. ഒരു ഐസൊലേറ്റഡ് അല്ല. ഫാദർ, സൺ, ഹോളി സ്പിരിറ്റ് ഒരു കുടുംബമാണ്. കുടുംബത്തിൽ ഇപ്പോൾ ആണും പെണ്ണും എല്ലാം സംസ്ഥാനത്ത് പച്ചക്കടവല്ലയോ? കുഞ്ഞുങ്ങളും അപ്പനും അമ്മയും ഒരുപോലാണ്. റിലേറ്റിവിറ്റീസ് രണ്ടിലൊരു സംഭവമില്ല. തൃത്വത്തിന് സമത്വമുള്ളൂ. പിതാവ് മുതൽ 300 ഡിഗ്രിയാണ്. മനുഷ്യൻ തമ്മിൽ രണ്ട് ഡിഗ്രി ഈക്വൽ അല്ല. ഈ വഴിവിളിച്ച ലോകം സ്നേഹത്തിന്റെ ലോകമല്ല. ലോ കോഡ് ലൈഫ് എന്ന് പറഞ്ഞ് WC പോലും തെറ്റായിട്ടാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ലൈഫിന്റെ ലക്ഷം എന്ന് പറഞ്ഞാൽ പറയുന്നത് യഹോവ ലൈഫിന്റെ ഡെത്തിന്റെ ദൈവമാണ്. നിങ്ങൾ പഠിക്കണം. ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ് ഷെയറിംഗ്, സെൽഫിഷ്നെസ് ഈസ് സേറ്റനിക്. എൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, പുതിയ പുസ്തകം നിങ്ങൾ വായിച്ചു കാണും. സോഷ്യൽ തിയോളജിയിൽ പുസ്തകം എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ മാസമാണ് ഇറങ്ങിയത്. എനിക്ക് തിരുവേനിയാണെന്ന് റിലീസ് ചെയ്തത്. ആ സോഷ്യലിസം വരണമെങ്കിൽ മുതലാളിത്തം ചാരണം. മുതലാളിത്തം സെൽഫിഷാണ്. അത് പിശാചിൻ്റെയാണ് സ്വാർത്ഥത. ദൈവത്തിൻ്റെയാണ് സ്നേഹം. നിങ്ങൾ ഞാൻ പൈശാചികരായതോടെ സ്വാർത്ഥരാകുന്നത്. ക്യാപിറ്റലിസ്റ്റ് ഡിമോണിക്, സോഷ്യലിസ്റ്റ് ക്രിസ്ത്യൻ. അത് കമ്മ്യൂണിസ്റ്റുകാരെ പോലെ അത് സ്പൈറ്റുണ്ട്. വർഗസഭയിൽ വളരില്ല. സമരമില്ലാത്ത ഷെയറിംഗ് ആണ് ക്രിസ്ത്യത്തെ. ഒരു നിമിഷം കൊണ്ടിരിക്കണമേ, ഷെയറിംഗ് ആക്കണമേ, സ്വാർത്ഥം വിളിച്ചിടുവാൻ സഹായിക്കണമേ. ഭാര്യ ഭർത്താവ് കുഞ്ഞ് 3 വെയിറ്റാണെങ്കിലും സ്നേഹത്തിലൊന്നാണല്ലോ. ഒരു സന്യാസമൂഹത്തിൽ പല ഒരു സ്നേഹവും ഷെയറിങ്ങുമാണല്ലോ. ലോകം ഒരു സന്യാസമായില്ലെങ്കിൽ എല്ലാം നശിക്കാൻ പോവുകയാണല്ലോ. ഷെയറിംഗ് ലോകം വന്നില്ലെങ്കിൽ ലോകം നശിക്കുമല്ലോ. ഇപ്പൊ സ്വാർത്ഥം നശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സ്വാർത്ഥയില്ല, സ്നേഹമുള്ള ലോകം ഞങ്ങളുടെ അച്ഛന്മാർക്കും എല്ലാവർക്കും തരണേ. ദൈവമാവിന്റെ മാർത്തമാശയുടെയും പ്രത്യേകമായ മത്സ്യത്തിൽ മാത്രമല്ല, ഈ മേൽപ്പാടത്തെ സ്നേഹം വർദ്ധിക്കുന്ന അപേക്ഷയോടുകൂടി നിങ്ങളോട് ഇന്ന് അവസാനിപ്പിക്കുകയും ദൈവത്തിൽ മാത്രമുണ്ടാകാതെ പറയുകയും ചെയ്യുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ നോമ്പിലെ ധ്യാനം വളരെ അനുഗ്രഹകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. വലിയ തിരുമേനിയുടെ സാന്നിധ്യം നമുക്ക് സംബന്ധിച്ചിടത്തോളം എത്ര പറഞ്ഞാലും എത്ര കണ്ടാലും എത്ര കേട്ടാലും മതി വരാത്ത വലിയൊരു അനുഭവമാണ്. തിരുമേനിയെ ഈ 91 വയസ്സിലും ഇത്രയും ദർശനം കൊണ്ട് കാര്യങ്ങൾ പറയുവാനും നമുക്ക് ദർശനം നൽകുവാനും ഒക്കെ തക്കവണ്ണം ദൈവം ഉപയോഗിക്കുന്ന വലിയ കൃപയ്ക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. തിരുമേനിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്കുള്ള എല്ലാ നന്ദിയും സ്നേഹവും കടപ്പാടും തൃപ്പാദങ്ങൾ അറിയിക്കട്ടെ. കൊച്ചിനുവേണ്ടി വളരെ ഉത്സാഹത്തോടെ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് അധ്വാനിക്കുന്നു. ഇപ്പോഴും വളരെ ദൂരെ നിന്നാണ് ഓടിയ സമയത്ത് ഇവിടെ എത്തിയത്. നന്ദി പറയേണ്ട കാര്യമില്ല, എങ്കിലും നന്ദിയോടെ ഓർക്കുന്നു. തൃപ്പാദങ്ങൾ വൈദിക സംഘത്തിനുള്ള സ്നേഹവും കടപ്പാടും അറിയിക്കട്ടെ. പ്രിയപ്പെട്ട ലിജീഷ് അച്ഛൻ്റെ ധ്യാനം സമയത്തെ 12 മണി ആവരുതേ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ധ്യാനം കേട്ടോണ്ടിരുന്നത്. അച്ഛൻ പറയുന്ന ഓരോ വാക്കുകളും യഥാർത്ഥത്തിലെ എല്ലാവർക്കും കുറിച്ചെടുക്കുവാനുള്ള താല്പര്യവും മനസ്സ് ഹൃദയസ്ഥമാക്കുവാനുള്ള ഉത്കടമായ ആഗ്രഹവും എല്ലാവരുടെയും മുഖത്ത് പ്രകടമായിരുന്നു. തമ്പുരാൻ അച്ഛനെ ഏറെ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈദിക സംഘത്തിൻ്റെ അഖിലമലങ്കര വൈദിക സംഘത്തിൻ്റെ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. അച്ഛൻ്റെ എഴുത്തുകളെ നമുക്ക് വായിക്കാറുണ്ട്. സാഖീർ എന്ന പേരിൽ അച്ഛനെ മലങ്കര സഭ മാസികയിലും മറ്റ് പ്രസിദ്ധീകരണങ്ങളിലും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. അച്ഛൻ എഴുതിയ സിഖ എന്ന പുസ്തകം എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഏറെ നവനവങ്ങളായ ചിന്തകൾ അടങ്ങിയ അച്ഛൻ്റെ പുസ്തകം
എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ആരംഭ പുസ്തകം, അടുത്ത പുസ്തകം പണിപ്പുരയിൽ ഇറങ്ങില്ല. അച്ഛനെ ദൈവം കൂടുതൽ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ സാന്നിധ്യം ഈ പ്രാവശ്യം ധ്യാനം നമുക്ക് ഏറെ അനുഗ്രഹകരമായിരുന്നു. അഭിയൊന്ന് ഈവാന്യൂസ് തിരുമേനയുടെ കൂടെ ആണല്ലോ അച്ഛൻ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ സാധാരണ തമാശയിൽ പറയാറുണ്ട്, തിരുമേനോട് നിൽക്കുന്നവർ ഹെവി ലൈസൻസ് ഉള്ളവരാണെന്നേ, ഉണ്ടെങ്കിലേ കൂടെ നിൽക്കാൻ പറ്റുമല്ലോ. ഈവാന്യൂസ് തിരുമേനിക്ക് വളരെ പ്രിയപ്പെട്ടവനായി തിരുമേനോട് നിന്ന് അച്ഛൻ പ്രാർത്ഥനയോടെ പ്രവർത്തിക്കുന്നു. ദൈവം അച്ഛനെ കൂടുതൽ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭദ്രാസന വൈദിക സംഘത്തിൻ്റെ, ഞങ്ങളുടെ വന്യ പിതാക്കന്മാരുടെ നാമത്തിലൊക്കെയുള്ള എല്ലാ നന്ദിയും കടപ്പാടും സ്നേഹവും